നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം, അതിൻ്റെ ഒരു മനസാക്ഷി എന്നൊക്കെ പറയാവുന്ന ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നമ്മളെ നിർവചിക്കുന്ന നമ്മുടെ പൗരത്വത്തിൻ്റെ അടിത്തറയായ അവകാശങ്ങളാണിവ. ഈ സങ്കീർണമായ നിയമവശങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഓരോ നൂലാമാലകളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം പ്രമുഖനായ ഭരണഘടനാ വിദഗ്ധൻ CL ഉണ്ട്. സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് വെറുതെ ഒന്ന് പറഞ്ഞു പോവുകയല്ല, മറിച്ചൊരു ഡീപ്പ് ലെയേർഡ് റിവ്യൂ, ഒരു കീറി മുറിച്ചുള്ള പരിശോധനയാണ്. നമ്മൾ ഈ അടിസ്ഥാന തത്വങ്ങളെ ഓരോന്നായി പരിശോധിക്കും. എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് എന്നതിൽ നിന്ന് നമ്മൾ തുടങ്ങും. പിന്നീട് ഈ അവകാശങ്ങളുടെ തനതായ സ്വഭാവം എന്താണ്, ആർക്കെതിരെയാണ് ഈ അവകാശങ്ങൾ നമുക്ക് സംരക്ഷണം നൽകുന്നത്, എന്താണ് ആ സംരക്ഷണത്തിന്റെ നിയമപരമായ ഉപകരണം, അവസാനം പാർലമെന്റിന് പോലും തൊടാൻ സാധിക്കാത്ത ആ അന്തിമ കവചമായ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെക്കുറിച്ചും നമ്മൾ വിശദമായി സംസാരിക്കും. ശരി, നമുക്ക് തുടങ്ങാം അല്ലേ? CL, ഇപ്പോൾ ഒരു UPSC ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം എന്തിൻ്റെയും തുടക്കം അറിയണം, അതിൻ്റെ ഒരു അടിത്തറ. അപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യം എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എന്തായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ? തീർച്ചയായും ഭരണഘടനയുടെ പാർട്ട് 3യിലാണ് നമ്മൾ ഈ മൗലികാവകാശങ്ങൾ കാണുന്നത്. കൃത്യമായി പറഞ്ഞാൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇതിൻ്റെ ഒരു പ്രധാന പ്രചോദനം അത് അമേരിക്കൻ ഭരണഘടനയുടെ ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പല രാജ്യങ്ങളുടെ മാതൃകകൾ ചർച്ചയ്ക്കെടുത്തെങ്കിലും ഈ എഴുതപ്പെട്ട നിയമപരമായി സ്ഥാപിക്കാൻ കഴിയുന്ന അവകാശങ്ങളുടെ പട്ടിക എന്ന ആശയം നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് കൂടുതൽ ആകർഷകമായി തോന്നി. ഇപ്പോൾ ഈയൊരു വാക്ക്, ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, ഇത് വളരെ ശക്തമായ ഒരു പ്രയോഗമാണല്ലോ. ചരിത്രപരമായി മാഗ്ന കാർട്ട എന്ന് പറയുന്നത് രാജാവിൻ്റെ അധികാരത്തെ നിയന്ത്രിച്ച ഒന്നാണ്. അപ്പം നമ്മുടെ സാഹചര്യത്തിൽ സ്റ്റേറ്റിൻ്റെ അധികാരത്തിന് ഒരു കടിഞ്ഞാണിടുക എന്നാണോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതെ, അതുതന്നെയാണ് അതിൻ്റെ കാതൽ. മാഗ്ന കാർട്ട രാജാവിന് ഒരു ലക്ഷ്മണരേഖ വരച്ച പോലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ജനാധിപത്യത്തിൽ സ്റ്റേറ്റിന്റെ അധികാരത്തിന് ഒരു അതിർവരമ്പിടുകയാണ്. പൗരന്റെ അവകാശങ്ങൾ സ്റ്റേറ്റിന്റെ ഔദാര്യമല്ല, അത് ഭരണഘടന നൽകുന്ന ഉറപ്പാണ് എന്ന് സ്ഥാപിക്കുകയാണ്. വളരെ ശരിയാണ്. അപ്പോ ആ ലക്ഷ്മണരേഖയുടെ സ്വഭാവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതൊരു സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥിയും അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ അവകാശങ്ങളുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ? നമുക്ക് അതിൻ്റെ ഒരു DNA പരിശോധന നടത്താം. ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംശയത്തിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഫണ്ടമെന്റൽ അഥവാ മൗലികം എന്ന് കേൾക്കുമ്പോൾ അതൊന്നിനും മാറ്റാൻ പറ്റാത്ത, ഒരു തരത്തിലും തൊടാൻ പറ്റാത്ത ഒന്നാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ മൗലികാവകാശങ്ങൾ ആബ്സല്യൂട്ടാണോ? ഒരു സാഹചര്യത്തിലും ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ആബ്സല്യൂട്ട് അല്ല, അവ ക്വാളിഫൈഡ് ആണ്. എന്നുവെച്ചാൽ വ്യക്തിയുടെ അവകാശങ്ങളും സമൂഹത്തിന്റെ പൊതുവായ താൽപ്പര്യങ്ങളും തമ്മിൽ ഒരു ബാലൻസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് ഈ അവകാശങ്ങൾക്ക് മുകളിൽ ചില നിയന്ത്രണങ്ങൾ വയ്ക്കാം. ഇതിനെയാണ് നമ്മൾ റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ വാക്ക് റീസണബിൾ റെസ്ട്രിക്ഷൻസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ എന്ത് നിയന്ത്രണമാണ് റീസണബിൾ അഥവാ യുക്തിസഹം, ഏതാണ് അൺറീസണബിൾ, ആരാണിത് തീരുമാനിക്കുക? ഈ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്കൊന്ന് സൂം ഇൻ ചെയ്യാമോ? തീർച്ചയായും. ഒരു റെസ്ട്രിക്ഷൻ റീസണബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവസാന വാക്ക് ജുഡീഷ്യറിക്കാണ്. സ്റ്റേറ്റിന് രാജ്യസുരക്ഷ, പൊതുസമാധാനം, ധാർമ്മികത, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദം, ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞ് നിയന്ത്രണങ്ങൾ വയ്ക്കാം. പക്ഷെ അത് ആവശ്യത്തിൽ അധികമാവാൻ പാടില്ല. അതാണ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അവകാശങ്ങളുണ്ട്, അതിനെ നിയന്ത്രിക്കാൻ സ്റ്റേറ്റിന് അധികാരമുണ്ട്. പക്ഷേ ഈ നിയന്ത്രണം അൺറീസണബിൾ ആയാൽ, അതായത് ഒരു പൗരന്റെ അവകാശം ലംഘിക്കപ്പെട്ടാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തി. ഈ അവകാശങ്ങളെല്ലാം ജസ്റ്റിഷ്യബിൾ ആണ്. അതായത് ഒരു പൗരന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ അയാൾക്ക് ആർട്ടിക്കിൾ 32 ഉപയോഗിച്ച് നേരിട്ട് സുപ്രീം കോടതിയെയോ ആർട്ടിക്കിൾ 226 ഉപയോഗിച്ച് ഹൈക്കോടതിയെയോ സമീപിക്കാം. ഇത് സാധാരണക്കാരന് കിട്ടുന്ന ഏറ്റവും വലിയ ഭരണഘടനാപരമായ ഒരു അധികാരമാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ ഡീപ്പ് ലെയേർഡ് റിവ്യൂവിൽ എക്സെപ്ഷനാണ് പ്രാധാന്യം. അപ്പോൾ എൻ്റെ ചോദ്യം, എല്ലാ നിയമത്തിനും ഒരു ഒഴിവാക്കൽ കാണുമല്ലോ. രാജ്യത്തിൻ്റെ ഏറ്റവും നിർണായകമായൊരു സാഹചര്യത്തിൽ, ഉദാഹരണത്തിനൊരു നാഷണൽ എമർജൻസി സമയത്ത് ഈ അവകാശങ്ങളുടെ അവസ്ഥ എന്താവും? അപ്പോഴും ഇതെല്ലാം നിലനിൽക്കുമോ?
വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ആർട്ടിക്കിൾ 352 അനുസരിച്ച് ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ മിക്കവാറും എല്ലാ മൗലികാവകാശങ്ങളും താൽക്കാലികമായി റദ്ദ് ചെയ്യപ്പെടാം. പക്ഷേ അവിടെ ഒരു വലിയ പക്ഷയുണ്ട്. 44-ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം 2 അവകാശങ്ങൾ ഒരു കാരണവശാലും റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. ഒന്ന്, ആർട്ടിക്കിൾ 20 കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചുള്ള സംരക്ഷണം. 2, ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഇത് രണ്ടും ഒരു പൗരന്റെ അസ്തിത്വത്തിന്റെ അടിത്തറയാണ്. അതുകൊണ്ട് ഏത് അടിയന്തര സാഹചര്യത്തിലും ഈ സംരക്ഷണ കവചം നിലനിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അവകാശങ്ങളുണ്ട്, അതിൻ്റെ സ്വഭാവം മനസ്സിലായി, എപ്പോഴാണ് അത് സസ്പെൻഡ് ചെയ്യുക എന്ന് മനസ്സിലായി. ഇനി ഭരണപരമായ ഒരു ഗവേണൻസ് പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് വരാം. സംരക്ഷണം നല്ലതാണ്, പക്ഷേ ആരിൽ നിന്നാണ് ഈ സംരക്ഷണം? നമ്മളെപ്പോഴും സ്റ്റേറ്റ് എന്ന് പറയുന്നു. ആരാണ് ഈ സ്റ്റേറ്റ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 അനുസരിച്ച് ആരാണ് ഈ സ്റ്റേറ്റ്? മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് തന്നെ സ്റ്റേറ്റിന്റെ ഏകപക്ഷീയമായ നടപടികളിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ്. അതുകൊണ്ടുതന്നെ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന വാക്കിന് വളരെ വിശാലമായ, വളരെ വിപുലമായ ഒരു നിർവചനമാണ് നൽകുന്നത്. പൗരന്മാർക്ക് പരമാവധി സംരക്ഷണം ഉറപ്പാക്കണം എന്നതായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ലക്ഷ്യം. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സ്റ്റേറ്റിനൊരു പഴുതും കൊടുക്കാതിരിക്കാനാണ് ഇങ്ങനെ വിശാലമായി നിർവചിച്ചത്. ഈ നിർവചനം അനുസരിച്ച് നോക്കിയാൽ സ്റ്റേറ്റ് എന്നതിൽ കേന്ദ്ര സർക്കാരും പാർലമെന്റും വരും, സംസ്ഥാന സർക്കാരുകളും നിയമസഭകളും വരും, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ പോലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വരും. പിന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവസാനം കാണുന്ന അതർ അതോറിറ്റീസ് എന്നത്. അതെ, അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ നിർവചനത്തിലെ ഏറ്റവും ആംബിഗ്വസ് ആയിട്ടുള്ള, എന്നാൽ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് എപ്പോഴും ചോദ്യം വരുന്നൊരു ഭാഗമാണ് ഈ അതർ അതോറിറ്റീസ് എന്നത്. കാലക്രമേണ കോടതികൾ ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊന്ന് സൂം ഇൻ ചെയ്യാം. തീർച്ചയായും ഈ അതർ അതോറിറ്റീസ് എന്നതിൻ്റെ വ്യാപ്തി സുപ്രീം കോർട്ട് പല വിധിന്യായങ്ങളിലൂടെയും ഇങ്ങനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ഏജൻസി അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റാലിറ്റിയായി പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനവും ഇതിൻ്റെ പരിധിയിൽ വരാം. കോടതി ഇതിനായി ചില ടെസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അതിൻ്റെ സാമ്പത്തിക നിയന്ത്രണം സർക്കാരിനാണോ, അതിൻ്റെ പ്രവർത്തനം ഒരു പബ്ലിക് ഫംഗ്ഷനാണോ എന്നൊക്കെ നോക്കും. അതുകൊണ്ടാണ് LIC, ONGC, സെയിൽ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും സ്റ്റേറ്റ് ആകുന്നത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ BCCI പോലുള്ള സ്ഥാപനങ്ങൾ പോലും അവിടെ ചില പബ്ലിക് ഫംഗ്ഷൻസ് നിർവഹിക്കുമ്പോൾ സ്റ്റേറ്റായി കണക്കാക്കാമെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി. അപ്പോൾ നമുക്ക് അവകാശങ്ങളുണ്ട്, ആർക്കെതിരെയാണ് അവകാശങ്ങളെന്നും നമുക്കിപ്പോൾ അറിയാം. ഇനി അടുത്ത ചോദ്യം, ഇത് നടപ്പിലാക്കാനുള്ള ആയുധം എന്താണ്? എന്താണിതിൻ്റെ നിയമപരമായ പരിച, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഷീൽഡ്? ആ പരിചയാണ് ആർട്ടിക്കിൾ 13. ഈ ആർട്ടിക്കിളിന്റെ സത്ത, അതിന്റെ എസെൻസ് ഈ സ്ലൈഡിൽ കാണുന്നതാണ്. മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായതോ അതിനെ ദുർബലപ്പെടുത്തുന്നതോ ആയ ഏതൊരു നിയമവും അസാധുവായിരിക്കും. ഇതാണ് മൗലികാവകാശങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ പല്ലും നഖവും കൊടുക്കുന്ന പ്രഖ്യാപനം. ജുഡീഷ്യറിക്ക് ലഭിക്കുന്നൊരു വലിയ അധികാരമാണിത്. ആർട്ടിക്കിൾ 13 നിന്നാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ട്രിനിലേക്ക് എത്തുന്നത്. ഭരണഘടനയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അതിന്റെ ശക്തി വരുന്നത് ആർട്ടിക്കിൾ 13 നിന്നും അതുപോലെ ആർട്ടിക്കിൾ 32, 226 എന്നിവയിൽ നിന്നുമാണ്. പാർലമെന്റോ നിയമസഭകളോ പാസാക്കുന്ന നിയമങ്ങളോ എക്സിക്യൂട്ടീവ് ഇറക്കുന്ന ഉത്തരവുകളോ ഭരണഘടനാ വിരുദ്ധമാണെന്ന് തോന്നിയാൽ അതിനെ അസാധുവാക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരം നൽകുന്ന തത്വമാണിത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 13 പറയുന്ന ലോ അഥവാ നിയമം എന്ന വാക്കിന്റെ പരിധിയിൽ എന്തൊക്കെ വരും? ഇത് വെറുമൊരു പാർലമെന്റ് നിയമം മാത്രമാണോ, അതോ അതിലും വിശാലമാണോ? അല്ല. ലോ എന്ന വാക്കിന് ആർട്ടിക്കിൾ 13 വളരെ വിശാലമായ അർത്ഥമാണ് കൊടുക്കുന്നത്. പാർലമെന്റോ നിയമസഭകളോ പാസാക്കുന്ന സ്ഥിരം നിയമങ്ങൾ, പ്രസിഡന്റോ ഗവർണറോ ഇറക്കുന്ന ഓർഡിനൻസസ്, സർക്കാർ ഉത്തരവുകൾ, ചട്ടങ്ങൾ, നോട്ടിഫിക്കേഷൻസ്, എന്തിന് നിയമത്തിന്റെ പിൻബലമുള്ള ആചാരങ്ങൾ വരെ ഇതിന്റെ പരിധിയിൽ വരും. ചുരുക്കത്തിൽ നിയമത്തിന്റെ രൂപത്തിൽ സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്ന ഏതൊരു പ്രവൃത്തിയും ജുഡീഷ്യറിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് താഴെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷേ ഏറ്റവും സങ്കീർണമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇവിടെയാണ് ആ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് പാർലമെന്റിന് ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അങ്ങ് എടുത്തുകളയാനോ അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്താനോ പാർലമെന്റിന് കഴിയില്ലേ? ഈയൊരു ചോദ്യം പതിറ്റാണ്ടുകളോളം നമ്മുടെ നിയമരാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ കോളിളക്കങ്ങളുണ്ടാക്കിയ ഒന്നാണ്. ഒടുവിൽ 1973 ചരിത്രപ്രസിദ്ധമായ കേശവനാന്ത ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് ഇതിനൊരുത്തരം നൽകി. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബെഞ്ച്, 13 ജഡ്ജിമാർ, അവർ പരിഗണിച്ച ഈ കേസിന്റെ വിധി ഇന്ത്യൻ ഭരണഘടനാ നിയമത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചുവെന്ന് പറയാം. ഈ കേസിലാണ് സുപ്രീം കോടതി ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്നൊരു പുതിയ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഇതനുസരിച്ച് ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം അൺലിമിറ്റഡ് അല്ല, അതിന് പരിധികളുണ്ട്.
ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ, അതിന്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റാനോ നശിപ്പിക്കാനോ പാർലമെന്റിന് അധികാരമില്ല. ഭരണഘടനയുടെ പരമാധികാരം, ജനാധിപത്യം, മതേതരത്വം എന്നിവയോടൊപ്പം മൗലികാവകാശങ്ങളുടെ പല പ്രധാന ഭാഗങ്ങളും ഈ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്നും കോടതി പറഞ്ഞു. ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ അവസാനത്തെ രക്ഷാകവചം. വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ നമ്മളിത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾക്കുന്നവർക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കാം. ഈ ബേസിക് സ്ട്രക്ചർ സിദ്ധാന്തം ഭരണഘടനയിൽ എഴുതിവെച്ച ഒന്നല്ല. അത് കോടതിയുടെ ഒരു കണ്ടുപിടുത്തമാണ്, ഒരു ജുഡീഷ്യൽ ഇന്നൊവേഷനാണ്. അങ്ങനെയെങ്കിൽ ഇത് ജുഡീഷ്യറിയെ, അവർക്ക് മുകളിൽ മേൽനോട്ടം വഹിക്കേണ്ട പാർലമെന്റിനേക്കാൾ ശക്തരാക്കുന്നുണ്ടോ? ഇന്ത്യൻ ജനാധിപത്യത്തിലെ അധികാരത്തിന്റെ ഈ സന്തുലിതാവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ചോദ്യമാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ റൈറ്റ് ടു ഇക്വാലിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾസ് 14 മുതൽ 18 വരെയുള്ള ഈ ഭാഗം വെറും നിയമത്തിലെ വാക്കുകളല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ സംവരണം മുതൽ പൗരസ്വാതന്ത്ര്യം വരെയുള്ള ഏറ്റവും വലിയ ചർച്ചകളുടെയെല്ലാം അടിത്തറയാണ്. അപ്പോ ഇതിന്റെ നിയമപരമായ വശങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ഒരു പ്രമുഖ ഭരണഘടനാ വിദഗ്ധൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം. നമസ്കാരം. അതെ, ഇന്ന് നമ്മൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഒരു ഡീപ്പ് ലെയർഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓരോ ആർട്ടിക്കിളിന്റെയും പൊതുവായ അർത്ഥം പറയുക മാത്രമല്ല, അതിലെ എക്സെപ്ഷൻസ് അഥവാ ഒഴിവാക്കലുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകി നമുക്ക് മുന്നോട്ടു പോകാം. അപ്പോ സമത്വത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ തുടങ്ങി ഓരോ ആർട്ടിക്കിളും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ശരി, അപ്പോ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? സമത്വത്തിനുള്ള ഈ അവകാശം ഭരണഘടനയുടെ പാർട്ട് 3ലാണ് വരുന്നത്. എല്ലാ പൗരന്മാർക്കും അവരുടെ പദവിയിലും കിട്ടുന്ന അവസരങ്ങളിലും തുല്യത ഉറപ്പാക്കുക. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഇതാണല്ലോ. തീർച്ചയായും ഈ 5 ആർട്ടിക്കിളുകളും ചേരുമ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ലീഗൽ ഫ്രെയിംവർക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് ഇത് സ്റ്റേറ്റിന്റെ ഏകപക്ഷീയമായ വിവേചനങ്ങൾ തടയുന്നു. അതേസമയം തന്നെ മറുവശത്ത് ചരിത്രപരമായി അനീതി നേരിട്ടവർക്ക് പ്രത്യേക പരിഗണന നൽകാനുള്ള അഫർമറ്റീവ് ആക്ഷനും ഇത് വഴിയൊരുക്കുന്നുണ്ട്. ഈ ഒരു ബാലൻസാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. ഓക്കേ, അപ്പോൾ നമുക്ക് നേരെ ആർട്ടിക്കിൾ 14ലേക്ക് കടക്കാം. ഇതില് ഇക്വാലിറ്റി ബിഫോർ ദ ലോ, പിന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്നിങ്ങനെ 2 ആശയങ്ങൾ പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ രണ്ടും ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കിത് എപ്പോഴും ഒരു സംശയമാണ്. നിയമപരമായി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതൊന്ന് വിശദീകരിക്കാമോ? അതെ, അതൊരു നല്ല ചോദ്യമാണ്. ആർട്ടിക്കിൾ 14ന്റെ കാതല് തന്നെ അതിലെ ഈ 2 പ്രയോഗങ്ങളാണ്: ഈക്വാലിറ്റി ബിഫോർ ദ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ്. ഇവ രണ്ടും ഈ ആർട്ടിക്കിളിന്റെ 2 തൂണുകളാണെന്ന് പറയാം. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ഇതിലെ പ്രധാന വ്യത്യാസം ഇതാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ എന്നത് ഒരു ബ്രിട്ടീഷ് കോൺസെപ്റ്റാണ്. അതായത് ആരും നിയമത്തിനു മുകളിലല്ല, ആർക്കും ഒരു പ്രത്യേക പരിഗണനയും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കോൺസെപ്റ്റാണിത്. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്നത് ഒരു അമേരിക്കൻ കോൺസെപ്റ്റാണ്. അതായത് ഒരേ സാഹചര്യത്തിലുള്ള ആളുകൾക്ക് നിയമം ഒരേപോലെ ബാധകമാക്കണം. ചുരുക്കി പറഞ്ഞാൽ തുല്യരോട് തുല്യമായി പെരുമാറണം. ഇതൊരു പോസിറ്റീവ് കോൺസെപ്റ്റ്. വളരെ വ്യക്തമായി. ഇനി നമുക്ക് ആർട്ടിക്കിൾ 15ലേക്ക് വരാം. ഏതൊക്കെ കാരണങ്ങളുടെ പേരിലാണ് ഒരു പൗരനോട് സ്റ്റേറ്റ് വിവേചനം കാണിക്കാൻ പാടില്ല എന്ന ഭരണഘടന കൃത്യമായി പറയുന്നത്? ആർട്ടിക്കിൾ 15(1) വളരെ സ്പെസിഫിക്കായി 5 പ്രൊഹിബിറ്റഡ് ഗ്രൗണ്ട്സ് പറയുന്നുണ്ട്: മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കാരണങ്ങളുടെ പേരിൽ മാത്രം ഒരു പൗരനോടും വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. ആ മാത്രമെന്ന വാക്കിന് നിയമപരമായി വലിയ പ്രാധാന്യമുണ്ട്. ശരി, അപ്പോൾ ഈ നിയമം ആബ്സൊല്യൂട്ടാണോ? അതായത് എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ ബാധകമാണോ? അതോ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങളുണ്ടാക്കാൻ സ്റ്റേറ്റിന് അധികാരം കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടോ? ഒരു ഗവേണൻസ് കാഴ്ചപ്പാടിലും പ്രത്യേകിച്ച് UPSCക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടുമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാലൻസ്. ആർട്ടിക്കിൾ 15 ഒരു വശത്ത് വിവേചനം വിലക്കുമ്പോൾ തന്നെ ആർട്ടിക്കിൾ 15(3), 4 എന്നിവയിലൂടെ അഫർമേറ്റീവ് ആക്ഷൻ അഥവാ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷനുള്ള വാതിലും തുറന്നിടുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയും അതുപോലെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന പൗരന്മാരുടെ, അതായത് SC/ST വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായും പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവരാൻ സ്റ്റേറ്റിന് ഇതിലൂടെ അധികാരമുണ്ട്. മെന്റർ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്: പൊതുതൊഴിലവസരങ്ങളിലെ സമത്വം, അതായത് ആർട്ടിക്കിൾ 16.
സർക്കാർ ജോലികളിൽ എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കുന്നതിൽ ഈ ആർട്ടിക്കിളിന് വലിയൊരു പങ്കുണ്ട്. ഇതിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 16ന്റെ അടിസ്ഥാന തത്വം വളരെ ലളിതമാണ്. സ്റ്റേറ്റിന് കീഴിലുള്ള ഏതൊരു ഓഫീസിലേക്കുമുള്ള നിയമനങ്ങളിലും തൊഴിലവസരങ്ങളിലും എല്ലാ പൗരന്മാർക്കും തുല്യമായ അവസരം ഉറപ്പാക്കണം. ഇതാണ് ജനറൽ റൂൾ. അപ്പോൾ അതാണ് പൊതുവായ നിയമം. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിലൊന്നായ സംവരണ നയവും ഈ ആർട്ടിക്കിളിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഈ സംവരണ നയത്തിന്റെ ഭരണഘടനാപരമായ അടിസ്ഥാനം എന്താണ്? ആർട്ടിക്കിൾ 16 എങ്ങനെയാണ് ഇതിനൊരു സാധുത നൽകുന്നത്? അതെ, അവിടെയാണ് ആർട്ടിക്കിൾ 16(4)ലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സെപ്ഷൻ വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു പിന്നാക്ക വിഭാഗത്തിന് സ്റ്റേറ്റിന് കീഴിലുള്ള സർവീസുകളിൽ ആഡിക്വറ്റ് റെപ്രസെന്റേഷൻ അഥവാ മതിയായ പ്രാതിനിധ്യം ഇല്ല എന്ന് സ്റ്റേറ്റിന് തോന്നുകയാണെങ്കിൽ അവർക്കുവേണ്ടി നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്താൻ ഭരണഘടന തന്നെ സ്റ്റേറ്റിന് അധികാരം നൽകുന്നുണ്ട്. അഭിഭാഷകൻ സംവരണ നയത്തിലെ ഏറ്റവും പുതിയൊരു മാറ്റമാണ് 10% EWS സംവരണം. ഒരുപാട് ചർച്ചകൾക്ക് ഇത് വഴിവെച്ചിരുന്നു. 2019ലെ 103ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയാണ് ഇത് നിലവിൽ വന്നത്. ഇതോടുകൂടി സംവരണത്തിന് ജാതി എന്ന അടിസ്ഥാനത്തിനപ്പുറം ഒരു സാമ്പത്തിക മാനദണ്ഡം കൂടി ഔദ്യോഗികമായി വന്നുചേർന്നു. ശരി, ഇനി നമുക്ക് അവസാനത്തെ 2 ആർട്ടിക്കിളുകളിലേക്ക് വരാം. ആർട്ടിക്കിൾ 17, 18. ചരിത്രപരമായി നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില ഉച്ചനീചത്വങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു ഈ 2 ആർട്ടിക്കിളുകളുടെയും പ്രധാന ലക്ഷ്യം. അതെ, ആർട്ടിക്കിൾ 17 അയിത്തം അഥവാ അൺടച്ചബിലിറ്റി നിരോധിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇതിന് യാതൊരുവിധ ഒഴിവാക്കലുകളുമില്ല. അയിത്തം ഏത് രൂപത്തിൽ പിന്തുടർന്നാലും അത് നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. ഇതൊരു ആബ്സല്യൂട്ട് റൈറ്റാണ്. അടുത്തത് ആർട്ടിക്കിൾ 18, അതായത് ടൈറ്റിൽസ് അഥവാ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നത്. ഇവിടെ സാധാരണയായി കേൾക്കുന്നൊരു ചോദ്യമുണ്ട്. ഭാരതരത്ന, പത്മവിഭൂഷൺ പോലുള്ള ദേശീയ പുരസ്കാരങ്ങളെ ആർട്ടിക്കിൾ 18 നിരോധിക്കുന്ന ടൈറ്റിൽസിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമോ? എന്താണ് ഇതിലെ നിയമപരമായൊരു വ്യക്തത? വളരെ നല്ല ചോദ്യമാണ്. 1996ലെ ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 18 നിരോധിക്കുന്നത് മഹാരാജ റായ് ബഹദൂർ പോലുള്ള പാരമ്പര്യമായി കിട്ടുന്ന ഹെറിഡിറ്ററി ടൈറ്റിൽസ് ഓഫ് നൊബിലിറ്റിയാണ്. എന്നാൽ ഭാരതരത്ന പോലുള്ളവ ഒരു വ്യക്തിയുടെ കഴിവിനെയും സേവനത്തെയും അംഗീകരിക്കുന്ന നാഷണൽ ഓണേഴ്സാണ്. അതുകൊണ്ടുതന്നെ സൈനികവും അക്കാദമികമായ ബഹുമതികൾ പോലെ ഇവയും അനുവദനീയമാണ്. മെന്റർ, അപ്പോ ഈ 5 ആർട്ടിക്കിളുകളും ഒരുമിച്ച് വെച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. സമത്വം എന്നത് ഭരണഘടനയിൽ എഴുതിവെച്ച ഒരു നിശ്ചലമായ ആശയമല്ല, അല്ലേ? നമ്മുടെ സമൂഹം, പാർലമെന്റ്, പിന്നെ കോടതികൾ, ഇവയുടെയൊക്കെ ഇടപെടലുകളിലൂടെ അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ ആർട്ടിക്കിളുകൾ ഒരു ശക്തമായ നിയമചട്ടക്കൂട് നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ കാലത്തിനനുസരിച്ച് പാർലമെന്റ് നടത്തുന്ന ഭേദഗതികളിലൂടെയും കോടതികൾ നൽകുന്ന പുതിയ വ്യാഖ്യാനങ്ങളിലൂടെയുമാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം പൂർണ്ണമാകുന്നത്. കൂടുതൽ നീതിയുക്തമായൊരു സമൂഹമുണ്ടാക്കുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം. മെന്റര്, ഈ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. ഫോർമൽ ഇക്വാലിറ്റി, അതായത് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന തത്വം, അതും സബ്സ്റ്റാൻറ്റീവ് ജസ്റ്റിസ്, അതായത് സമൂഹത്തിലെ ദുർബലരായ വിഭാഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ നീതി ഉറപ്പാക്കലും തമ്മിലൊരു ആധുനിക രാഷ്ട്രം എങ്ങനെയാണ് ഫലപ്രദമായൊരു ബാലൻസ് കണ്ടെത്തുന്നത്? ഒരുപക്ഷെ ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയം തന്നെയിരിക്കുന്നത്. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിക്കുക. നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ദിവസവും വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ കാണുന്നതല്ലേ? സമാധാനപരമായി പ്രതിഷേധിക്കാൻ സർക്കാരിന് നമ്മളെ തടയാൻ പറ്റുമോ? ഒരു ട്വീറ്റിന്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇതൊന്നും വെറും തിയററ്റിക്കൽ ചോദ്യങ്ങളല്ല, നമ്മുടെയൊക്കെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. ഭരണഘടനയുടെ പാർട്ട് 3ൽ പറയുന്ന ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ അടിത്തറയാണ്. ഈ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ നമ്മൾക്ക് 2 കാഴ്ചപ്പാടുകളുണ്ട്. ഒരു സാധാരണ പൗരന്റെയും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെയും ഭാഗത്തു നിന്നുകൊണ്ട് ഇതിന്റെ പ്രായോഗിക വശങ്ങൾ ഞാൻ വിശദീകരിക്കാം.
നമസ്കാരം. ഞാൻ ഇതിന്റെ നിയമപരമായ ചട്ടക്കൂടിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് ഭരണഘടനയുടെ ഓരോ വാക്കുകളും അതിലെ വകുപ്പുകളും കാലാകാലങ്ങളിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധികൾ എങ്ങനെയാണ് ഈ അവകാശങ്ങളെ രൂപപ്പെടുത്തിയതെന്നുമൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു രൂപരേഖ. നമ്മൾ 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ തുടങ്ങി അറസ്റ്റിനും തടങ്കലിനും എതിരായുള്ള സംരക്ഷണം വരെ ഓരോന്നായിട്ട് പരിശോധിക്കും. അപ്പോൾ ആർട്ടിക്കിൾ 19 നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ അഡ്വക്കേറ്റ്? അതെ. അപ്പോൾ അഡ്വക്കേറ്റ്, ആർട്ടിക്കിൾ 19 പലപ്പോഴും നമ്മുടെ ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളുടെ ഒരു അടിത്തറ, നട്ടെല്ല് എന്നൊക്കെയാണല്ലോ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന് അത്രയേറെ പ്രാധാന്യം? എന്തൊക്കെയാണ് ഈ ആർട്ടിക്കിൾ ഒരു ഇന്ത്യൻ പൗരന് നൽകുന്ന ഉറപ്പുകൾ? തീർച്ചയായും. ആർട്ടിക്കിൾ 19 ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായി ഉറപ്പു നൽകുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇവയാണ് ശരിക്കും വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. നോക്കൂ, അഭിപ്രായം പറയാനും പ്രകടിപ്പിക്കാനും സമാധാനപരമായ ആയുധങ്ങളില്ലാതെ ഒത്തുകൂടാനും സംഘടനകളും യൂണിയനുകളും സഹകരണ സംഘങ്ങളും രൂപീകരിക്കാനും ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനും രാജ്യത്തിന്റെ ഏതു ഭാഗത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനും പിന്നെ ഇഷ്ടമുള്ള തൊഴിലോ വ്യാപാരമോ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ജീവശ്വാസം തന്നെയാണ്. ഇതില് ഈ ആദ്യത്തെ സ്വാതന്ത്ര്യമാണല്ലോ എപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്, ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അഡ്വക്കേറ്റ്, ആ വാക്കുകളുടെ നിയമപരമായ വ്യാപ്തിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? അത് വെറും സംസാരത്തിലൊതുങ്ങുന്ന ഒന്നാണോ? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. കാരണം അതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. സുപ്രീം കോടതി പല വിധികളിലൂടെയും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ പത്രസ്വാതന്ത്ര്യം എന്ന് കേൾക്കാറില്ലേ? അത് ഭരണഘടനയിൽ എവിടെയും നേരിട്ട് പറയുന്നില്ല. പക്ഷേ അത് ആർട്ടിക്കിൾ 19(1)(a)യുടെ ഭാഗമാണെന്ന് കോടതി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുപോലെ അറിയാനുള്ള അവകാശം, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ, അതും ഇതിന്റെ കീഴിലാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ആശയങ്ങൾ ഏതു രൂപത്തിലും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് എഴുത്താകാം, സിനിമയാകാം, ഇന്റർനെറ്റിലെ ഒരു പോസ്റ്റാകാം, ഇതെല്ലാം ഇതിലുൾപ്പെടും. പക്ഷേ ഈ സ്വാതന്ത്ര്യങ്ങൾക്കൊന്നും ഒരു പരിധിയുമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വ്യക്തിസ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ പൊതുവായ സുരക്ഷയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ ആവശ്യമാണ്. അപ്പോൾ ഭരണഘടന തന്നെ ഇതിനെന്ത് പരിധികളാണ് വച്ചിരിക്കുന്നത്? അതെ, അവിടെയാണ് ഭരണഘടനയുടെ ഒരു ബ്രില്യൻസ്. അത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് അഥവാ യുക്തിസഹമായ നിയന്ത്രണങ്ങൾ എന്നൊരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത, സുരക്ഷ, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം, പൊതുസമാധാനം, ധാർമ്മികത ഇങ്ങനെ ചില പ്രത്യേക കാരണങ്ങളാൽ സർക്കാരിന് ഈ സ്വാതന്ത്ര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് റീസണബിൾ എന്നതാണ്. ഈ നിയന്ത്രണങ്ങൾ യുക്തിസഹമായിരിക്കണം. അന്തിമമായി ഒരു നിയന്ത്രണം റീസണബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കോടതികൾക്കാണ്. ശരി, അപ്പോൾ ആർട്ടിക്കിൾ 19 പൊതുവായ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി നമുക്ക് ഭരണകൂടത്തിന്റെ നടപടികളിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ചില പ്രത്യേക നിയമപരിരക്ഷകളിലേക്ക് കടക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ 20. കുറ്റാരോപിതനായ ഒരു വ്യക്തിയുടെ അവകാശങ്ങളെക്കുറിച്ചാണല്ലോ ഇത് പ്രധാനമായും പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ അതെ, ആർട്ടിക്കിൾ 21 എക്സ് പോസ്റ്റ് ഫാക്ടോ നിയമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. എന്താണിത് എന്ന് വളരെ ലളിതമായി പറയാം. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നിയമപരമായി ഒരു കുറ്റമല്ല എന്ന് കരുതുക. നാളെ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്ന് ഇന്നലെ നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തി ഒരു കുറ്റമാണെന്ന് പ്രഖ്യാപിച്ചാൽ ആ പുതിയ നിയമം വെച്ച് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയില്ല. അതായത് ഒരു ക്രിമിനൽ നിയമത്തിന് മുൻകാല പ്രാബല്യം നൽകി ആരെയും ശിക്ഷിക്കാൻ പാടില്ല. ഓക്കെ, ഇതോടൊപ്പം മറ്റു 2 പ്രധാനപ്പെട്ട സംരക്ഷണങ്ങൾ കൂടിയുണ്ടല്ലോ ഇതിൽ. ഒരേ കുറ്റത്തിന് ഒരാളെ ഒന്നിലധികം തവണ വിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ പാടില്ല എന്നതും പിന്നെ ഒരാളെ അയാൾക്കെതിരെ തന്നെ സാക്ഷി പറയാൻ നിർബന്ധിക്കാൻ പാടില്ല എന്നതും. ശരിയല്ലേ? തീർച്ചയായും അതിനെയാണ് നിയമത്തിന്റെ ഭാഷയിൽ പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് ഡബിൾ ജോപ്പോഡി, പിന്നെ പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നത്. ലോകമെമ്പാടുമുള്ള ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥകളുടെ അടിസ്ഥാന ശിലകളാണിവ. കുറ്റാരോപിതനാണെങ്കിൽ പോലും ഒരാൾക്ക് നീതിയും ന്യായമായ വിചാരണയും ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം. ഇനി നമ്മളെത്തുന്നത് മൗലികാവകാശങ്ങളുടെ ഹൃദയം എന്ന് തന്നെ പലരും വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ 21ലേക്കാണ്. സിവിൽ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം ഇതിന്റെ വ്യാപ്തി കാലക്രമേണ ഒരുപാട് വളർന്നിട്ടുണ്ട്. അതെ, നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ട നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഏതൊരാളുടെയും ജീവനോ വ്യക്തിസ്വാതന്ത്ര്യമോ ഇല്ലാതാക്കാൻ പാടില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇതിലെ പ്രൊസീജർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന പ്രയോഗത്തിന് തുടക്കത്തിൽ വളരെ പരിമിതമായ അർത്ഥമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ചരിത്രപ്രസിദ്ധമായ മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ആ കാഴ്ചപ്പാട് തിരുത്തി. നിയമം ഉണ്ടായാൽ മാത്രം പോരാ, ആ നിയമവും അതിന്റെ നടപടിക്രമങ്ങളും നീതിയുക്തവും ന്യായവും യുക്തിസഹവുമായിരിക്കണം, അതായത് ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം എന്ന് കോടതി വിധിച്ചു. ഇതോടെ ആർട്ടിക്കിൾ 21ന്റെ അർത്ഥതലങ്ങൾ തന്നെ മാറിമറിഞ്ഞു.
അപ്പോൾ ജുഡീഷ്യറിയുടെ ഈ ഇടപെടൽ ഭരണനിർവഹണത്തെയും പൗരന്റെ ജീവിതത്തെയും എത്രമാത്രം മാറ്റിമറിച്ചു എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ജീവിക്കുക എന്നു പറഞ്ഞാൽ വെറുതെ ശ്വാസമെടുത്ത് നിലനിൽക്കുക എന്നല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ്സോടെ ജീവിക്കുക എന്നായി മാറിയതിന്റെ അർത്ഥം, അല്ലേ? വളരെ ശരിയാണ്. നമ്മുടെ ഭരണഘടന ഒരു സ്റ്റാറ്റിക് ഡോക്യുമെന്റ് അല്ല, അതൊരു ലിവിംഗ് ഡോക്യുമെന്റ് ആണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആർട്ടിക്കിൾ 21ന്റെ ഈ വളർച്ച. ജീവൻ എന്ന ഒരൊറ്റ വാക്കിന്റെ അർത്ഥം കോടതി വികസിപ്പിച്ചു. ഇന്ന് നമ്മൾ കേൾക്കുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, ശുദ്ധമായ പരിസ്ഥിതിക്കുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശം, ഉപജീവനത്തിനുള്ള അവകാശം, ആരോഗ്യത്തിനുള്ള അവകാശം, ഇങ്ങനെ ഭരണഘടനയിൽ നേരിട്ടെഴുതാത്ത ഒരുപാട് അവകാശങ്ങൾ ആർട്ടിക്കിൾ 21ന്റെ ഭാഗമായി നമ്മുടെ മൗലികാവകാശങ്ങളായി മാറിയിരിക്കുന്നു. ഈ അവകാശങ്ങളുടെ മറ്റൊരു വലിയ പ്രത്യേകത അവയുടെ കരുത്താണ്. ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും മറ്റു പല മൗലികാവകാശങ്ങളും താൽക്കാലികമായി റദ്ദാക്കപ്പെട്ടേക്കാം. എന്നാൽ ആർട്ടിക്കിൾ 2021 എന്നിവയെ തൊടാൻ സാധിക്കില്ല. ജീവിക്കാനുള്ള അവകാശവും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട സംരക്ഷണവും ഒരു സാഹചര്യത്തിലും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഭരണഘടന ഉറപ്പു നൽകുന്നു. അതെ, ആർട്ടിക്കിൾ 21ന്റെ ഈ വികസിതമായ അർത്ഥത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പിന്നീട് ഭരണഘടനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടിച്ചേർക്കലുണ്ടായത്: വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. കോടതിയുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് തുടങ്ങി 2002ലെ 86ാം ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 21A ഒരു പുതിയ മൗലികാവകാശമായി തന്നെ മാറി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സർക്കാരിന്റെ അടിസ്ഥാന കടമയായി. ശരി, ഇനി നമുക്ക് ഈ ഒരു കൂട്ടത്തിലെ അവസാനത്തെ കണ്ണിയായ ആർട്ടിക്കിൾ 22ലേക്ക് വരാം. വ്യക്തിസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതിനെക്കുറിച്ചാണല്ലോ ഈ ആർട്ടിക്കിൾ വിശദീകരിക്കുന്നത്, അല്ലേ? അതെ, ആർട്ടിക്കിൾ 22 അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏതൊരാൾക്കും 3 പ്രധാനപ്പെട്ട നടപടിക്രമപരമായ സംരക്ഷണം ഉറപ്പു നൽകുന്നു. 1. എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയിക്കാനുള്ള അവകാശം. 2. തനിക്കിഷ്ടമുള്ളൊരു അഭിഭാഷകനുമായി സംസാരിക്കാനും നിയമസഹായം തേടാനുമുള്ള അവകാശം. 3. യാത്രാസമയമൊഴികെ 24 മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കാനുള്ള അവകാശം. പോലീസിന്റെ അധികാര ദുർവിനിയോഗം തടയാൻ ഈ വ്യവസ്ഥകൾ തികച്ചും അത്യാവശ്യമാണ്. പക്ഷേ അഡ്വക്കേറ്റ്, ഈ ആർട്ടിക്കിളിലെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വിവാദമായ ഒരു ഭാഗം ഇതിലെ ഒരു ഒഴിവാക്കലാണല്ലോ: പ്രിവെന്റീവ് ഡിറ്റൻഷൻ അഥവാ കരുതൽ തടങ്കൽ. ഒരു കുറ്റം ചെയ്യുന്നതിന് മുൻപേ ഒരാളെ തടങ്കലിൽ വയ്ക്കാൻ നമ്മുടെ ഭരണഘടന തന്നെ എങ്ങനെയാണ് അനുവദിക്കുന്നത്? ഇതൊരു വലിയ വൈരുദ്ധ്യമായി തോന്നുന്നില്ലേ? തീർച്ചയായും അതൊരു വലിയ വൈരുദ്ധ്യമായി എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. നമ്മൾ സാധാരണ കാണുന്ന അറസ്റ്റ് പ്യൂണിറ്റീവ് ഡിറ്റൻഷനാണ്. എന്നാൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നത് ഒരാൾ ഭാവിയിലൊരു കുറ്റം ചെയ്തേക്കാം, അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാം എന്ന സംശയത്തിന്റെ പേരിൽ മാത്രം വിചാരണ കൂടാതെ തടവിൽ വെക്കുന്നതാണ്. ഇത് ഭരണകൂടത്തിന് നൽകുന്ന വളരെ ശക്തവും അസാധാരണവുമായ ഒരു അധികാരമാണ്. എന്നാൽ ഈ അസാധാരണമായ അധികാരത്തിന് ഭരണഘടന തന്നെ ഒരു നിയന്ത്രണവും വെച്ചിട്ടുണ്ട്. ഒരു ഉപദേശക സമിതിയുടെ, അതായത് ഒരു അഡ്വൈസറി ബോർഡിന്റെ അനുമതിയില്ലാതെ ഒരാളെ 3 മാസത്തിൽ കൂടുതൽ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ സർക്കാരിന് സാധിക്കില്ല. ഹൈക്കോടതി ജഡ്ജിമാരോ അല്ലെങ്കിൽ ആ പദവിക്ക് യോഗ്യതയുള്ളവരോ അടങ്ങുന്നതാണ് ഈ സമിതി. ഇതൊരു സുരക്ഷാ കവചമാണെങ്കിലും ഈ അധികാരത്തിന്റെ ദുരുപയോഗത്തെക്കുറിച്ച് എപ്പോഴും വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു വശത്ത് പൗരന്റെ വ്യക്തിസ്വാതന്ത്ര്യം, മറുവശത്ത് രാഷ്ട്രത്തിന്റെ സുരക്ഷയും ക്രമസമാധാനവും. ഇവ രണ്ടും തമ്മിലുള്ള ഒരു നിരന്തര സന്തുലനത്തിനാണ് നമ്മുടെ ഭരണഘടന ശ്രമിക്കുന്നത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ, ദ പ്രൊസീജറൽ സേഫ്ഗാർഡ്സ് ആർ ദി ലൈഫ് ബ്ലഡ് ഓഫ് ലിബർട്ടി. അതായത് ഈ നടപടിക്രമങ്ങളിലെ സുരക്ഷയാണ് സ്വാതന്ത്ര്യത്തിന്റെ ജീവരക്തം. ആ നടപടിക്രമങ്ങൾ നഷ്ടമായാൽ സ്വാതന്ത്ര്യവും ഇല്ലാതാകും. ഇത് നമ്മെ വളരെ നിർണായകമായ ഒരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. സോഷ്യൽ മീഡിയയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമൊക്കെ നമ്മുടെ സ്വകാര്യതയെയും സംസാര സ്വാതന്ത്ര്യത്തെയും പുനർനിർവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപെഴുതപ്പെട്ട ഈ അവകാശങ്ങളെ നാം എങ്ങനെയാണ് ഈ പുതിയ കാലത്തെ വെല്ലുവിളികൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാവി എന്തായിരിക്കും? ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ ഒരു പൗരന് ഭരണകൂടം നൽകുന്ന ഉറപ്പുകളാണിവ. ഒരു ഗവേണൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഈ അവകാശങ്ങളൊക്കെ വെറുതെ പുസ്തകത്തിൽ എഴുതി വെച്ചാൽ പോരല്ലോ, അല്ലേ? അവ നടപ്പിലാക്കാൻ ശക്തമായൊരു സംവിധാനം തന്നെ വേണം. അപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് എന്ന വശത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. അതെ, ഈ ചോദ്യം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ. വാട്ട് ഗുഡ് ഇസ് എ പ്രോമിസ് ഇഫ് ഇറ്റ് കാൺട്ട് ബി എൻഫോഴ്സ്ഡ്?
നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തു വാഗ്ദാനം അല്ലേ? ഭരണഘടനാ ശില്പികൾ ഈ ഒരു വലിയ വെല്ലുവിളിയെ എങ്ങനെയാണ് മറികടന്നത്? നമുക്ക് ചില നിർദ്ദിഷ്ട അവകാശങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. തീർച്ചയായും നമുക്ക് ഭരണഘടനയുടെ പാർട്ട് 3ൽ നിന്ന് തന്നെ തുടങ്ങാം. ചൂഷണത്തിനെതിരായുള്ള അവകാശം, അതായത് ദ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് 23, 24 എന്നിവയുടെ നിയമപരമായ ചട്ടക്കൂട് എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ആർട്ടിക്കിൾ 23(1) തുടങ്ങുന്നത് തന്നെ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ബെഗർ ആൻഡ് അതർ സിമിലർ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ ആർ പ്രോഹിബിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ ഈ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് എന്ന വാക്കിന് വളരെ വിശാലമായ ഒരു അർത്ഥമുണ്ട്. മനുഷ്യരെ ഒരു ചരക്ക് പോലെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിച്ച് നടത്തുന്ന ഇമ്മോറൽ ട്രാഫിക്, അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ദേവദാസി സമ്പ്രദായം, അടിമത്തം, ഇതെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ിൽ ഉപയോഗിച്ചിരിക്കുന്ന ബേഗാർ എന്ന വാക്കുണ്ടല്ലോ, അത് കുറച്ചൊരു യുണീക്കായി തോന്നുന്നു. അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്കൊന്ന് സൂമിൻ ചെയ്യാമോ? തീർച്ചയായും. ബേഗാർ എന്നതൊരു യുണീക്ലി ഇന്ത്യൻ സിസ്റ്റമായിരുന്നു. അതായത് യാതൊരു പ്രതിഫലവും നൽകാതെ ആളുകളെക്കൊണ്ട് നിർബന്ധമായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു രീതി. ഇത് ബ്രിട്ടീഷുകാർ വരുന്നതിനു മുൻപുള്ള ജമീന്ദാരി സിസ്റ്റമിലൊക്കെ വളരെ വ്യാപകമായിരുന്നു. കുടിയാന്മാരെ കൊണ്ട് അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പണിയെടുപ്പിക്കുക. ഈ ഒരു ഫ്യൂഡൽ പ്രാക്ടീസ് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയായിരുന്നു. ബേഗാർ എന്ന വാക്കിനു പുറമെ ആർട്ടിക്കിൾ 23ൽ അതർ സിമിലർ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ എന്നും പറയുന്നുണ്ട്. സുപ്രീം കോർട്ട് ഉദാഹരണത്തിന് പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1982 പോലുള്ള കേസുകളിൽ ഇതിന് വളരെ വിശാലമായൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ശാരീരികമായ ബലപ്രയോഗം, അതായത് ഫിസിക്കൽ ഫോഴ്സ് മാത്രമല്ല, എക്കണോമിക് കമ്പൾഷനും ഇതിലുൾപ്പെടും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരാളുടെ ദാരിദ്ര്യം മുതലെടുത്ത് മിനിമം വേജിലും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യിപ്പിക്കുന്നത് പോലും ഫോഴ്സ്ഡ് ലേബറാണ്. ഇതിനെയാണ് നമ്മൾ സാധാരണയായി ബോണ്ടഡ് ലേബർ എന്ന് വിളിക്കുന്നത്. ഒരു ഗവേണൻസ് കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ അവകാശം ആർക്കെതിരെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക? ഇത് സ്റ്റേറ്റിനെതിരെ മാത്രമാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ആർട്ടിക്കിൾ 23 പൗരന്മാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ലഭ്യമാണ്. പക്ഷേ അതിലും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. മിക്കവാറും ഫണ്ടമെന്റൽ റൈറ്റ്സ് സ്റ്റേറ്റിനെതിരെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതിനെയാണ് വെർട്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 23ന്റെ ഒരു പ്രത്യേകത ഇത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനുമെതിരെയും ലഭ്യമാണ് എന്നതാണ്. അതായത് ഹൊറിസോണ്ടൽ ആപ്ലിക്കേഷൻ. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്വകാര്യ വ്യക്തിയെ നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും ഭരണകൂടം നിങ്ങളെ സംരക്ഷിക്കും. എല്ലാ നിയമങ്ങൾക്കും ഒരു റൂളും അതിനൊരു എക്സെപ്ഷനും ഉണ്ടാവുമല്ലോ. എന്താണ് ആർട്ടിക്കിൾ 23ലെ ഈ എക്സെപ്ഷൻ? അതെ, ആ എക്സെപ്ഷൻ കിടക്കുന്നത് ആർട്ടിക്കിൾ 23(2)ലാണ്. അത് സ്റ്റേറ്റിന് കമ്പൽസറി സർവീസ് ഫോർ പബ്ലിക് പർപ്പസസ് നടപ്പിലാക്കാൻ അധികാരം നൽകുന്നു. ഉദാഹരണത്തിന് സൈനിക സേവനം അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക സേവനം. എന്നാൽ ഈ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാവിയേറ്റുണ്ട്. ഇങ്ങനൊരു സേവനം നടപ്പിലാക്കുമ്പോൾ സ്റ്റേറ്റിന് മതം, വംശം, ജാതി അല്ലെങ്കിൽ വർഗം എന്നിവയുടെ പേരിൽ മാത്രം ഒരു വിവേചനവും കാണിക്കാൻ പാടില്ല. മെന്റർ, അപ്പോൾ ആർട്ടിക്കിൾ 23 മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ സംരക്ഷിക്കുന്നു. എന്നാൽ കുട്ടികളുടെ ഒരു പ്രത്യേക വൾണറബിലിറ്റി കണക്കിലെടുത്ത് ഭരണഘടന അവർക്കായി ഒരു പ്രത്യേക ആർട്ടിക്കിൾ തന്നെ നൽകുന്നുണ്ട്, അല്ലേ? എന്തൊക്കെയാണ് ആർട്ടിക്കിൾ 24ന്റെ സ്പെസിഫിക് പ്രൊവിഷൻസ്? ആർട്ടിക്കിൾ 24 വളരെ വ്യക്തമായൊരു പ്രായപരിധി നിശ്ചയിക്കുന്നുണ്ട്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും ഫാക്ടറിയിലോ ഖനിയിലോ അല്ലെങ്കിൽ മറ്റ് അപകടകരമായ തൊഴിലുകളിലോ ജോലിക്ക് വെക്കുന്നത് അത് നിരോധിക്കുന്നു. ഇവിടെ ഹസാർഡസ് എംപ്ലോയ്മെന്റ് എന്ന വാക്കാണ് ഏറ്റവും പ്രധാനം. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ അപകടത്തിലാക്കുന്ന ജോലികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുക, അതാണ് ലക്ഷ്യം. മെന്റർ, ഈ ഹസാർഡസ് എന്ന വാക്കിന്റെ വ്യാപ്തി കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ടോ? തീർച്ചയായും. തുടക്കത്തിൽ ഫാക്ടറി, ഖനി, കൺസ്ട്രക്ഷൻ വർക്ക്, റെയിൽവേ എന്നിവയായിരുന്നു പ്രധാനമായും ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 പോലുള്ള നിയമങ്ങളുടെയും പിന്നീട് വന്ന ഭേദഗതികളിലൂടെയും ഇതിന്റെ വ്യാപ്തി കൂടി. 2006-ൽ വീട്ടുജോലി, ഹോട്ടലുകൾ, ധാബകൾ, കടകൾ എന്നിവയെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തി. അത് ഈ നിയമത്തിന്റെ ഒരു സിഗ്നിഫിക്കന്റ് എക്സ്പാൻഷനായിരുന്നു. നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട അതേസമയം ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് ആഴത്തിലിറങ്ങി ചെല്ലുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതായത് ആർട്ടിക്കിൾസ് 25 മുതൽ 28 വരെ. ഇതൊരു സാധാരണ വിശദീകരണമല്ല, മറിച്ചൊരു ഡീപ്പ് ലെയർഡ് റിവ്യൂ ആണ്. ഓരോ ആർട്ടിക്കിളിന്റെയും നിയമപരമായ വശങ്ങൾ, അതിലെ ഓരോ വാക്കിന്റെയും അർത്ഥം, അതിലെ പരിധികൾ, പിന്നെ ഭരണതലത്തിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അപ്പോ നമ്മുടെ മുന്നിലുള്ള അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്.
ഒരു വ്യക്തിയുടെ വിശ്വാസ സ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ പരമോന്നതമായ നിയമവ്യവസ്ഥയും എവിടെയാണ് ഒരുമിച്ചു വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അത് തമ്മിലൊരു സംഘർഷമുണ്ടാകുന്നത്? നമ്മുടെ ഭരണഘടനാ ശില്പികൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഇത്. ഈ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താനുള്ള ശ്രമമാണ് ആർട്ടിക്കിൾസ് 25 മുതൽ 28 വരെയുള്ള ഭാഗം. നമുക്കതിലേക്ക് കടക്കാം. ഈ ആർട്ടിക്കിളുകളുടെ ഓരോ വ്യവസ്ഥയിലേക്കും കടക്കുന്നതിന് മുമ്പ് ഇവയെല്ലാം പടുത്തുയർത്തിയിരിക്കുന്ന ആ അടിസ്ഥാനശില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ ഭാഗമായി വരുന്ന സെക്യുലറിസം എന്ന മഹത്തായ ആശയം. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യൻ സെക്യുലാറിസം എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലേതുപോലെയുള്ള ഒന്നല്ല. അവിടെ സ്റ്റേറ്റും മതവും തമ്മിൽ സമ്പൂർണമായ ഒരു വേർതിരിവാണ്, ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ. പക്ഷേ ഇന്ത്യയുടെ മാതൃകയെ പോസിറ്റീവ് സെക്യുലാറിസം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നിയമപരമായി പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ്. അതായത് സ്റ്റേറ്റ് എല്ലാ മതങ്ങളിൽ നിന്നും ഒരു തത്വപരമായ അകലം പാലിക്കും, എന്നാൽ സാമൂഹിക പരിഷ്കരണങ്ങൾ ആവശ്യമുള്ളപ്പോൾ സ്റ്റേറ്റിന് മതകാര്യങ്ങളിൽ ഇടപെടാനും സാധിക്കും. സർവധർമ്മ സമഭാവ എന്ന ആശയം ഇതിന്റെ ഭാഗമാണ്. ശരി, ഇനി നമുക്ക് നേരെ ആർട്ടിക്കിൾ 25ലേക്ക് വരാം. ഇതാണ് വ്യക്തിപരമായ മതസ്വാതന്ത്ര്യത്തിന്റെ കാതൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ നിയമപരമായ കാര്യം, ഈ അവകാശം ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമല്ല, ഇന്ത്യയിലുള്ള ഓൾ പേഴ്സൺസിനും ഒരുപോലെ ബാധകമാണ് എന്നതാണ്. അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വിദേശിക്കും ഈ അവകാശം ലഭ്യമാണ്. ഭരണതലത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആർട്ടിക്കിൾ 25(1) പ്രധാനമായും 4 അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. പിന്നെ ദ റൈറ്റ് ഫ്രീലി ടു പ്രൊഫെസ്, പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് റിലിജൻ. ഇതിൽ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് എന്നത് നമ്മുടെ ഉള്ളിലുള്ള തികച്ചും വ്യക്തിപരമായ ഒരു വിശ്വാസമാണ്. എന്നാൽ പ്രൊഫെസ്, പ്രാക്ടീസ്, പ്രോപ്പഗേറ്റ് എന്നിവ ആ വിശ്വാസത്തിന്റെ ബാഹ്യമായ പ്രകടനങ്ങളാണ്. പ്രൊഫെസ് എന്നു പറഞ്ഞാൽ എന്റെ വിശ്വാസം ഇതാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം. പ്രാക്ടീസ് എന്നാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. പ്രോപ്പഗേറ്റ് എന്നാൽ നിങ്ങളുടെ മതത്തിന്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും വിവാദപരവുമായ ഒരു നിയമപ്രശ്നം വരുന്നത്. റൈറ്റ് ടു പ്രോപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ മതം മാറ്റാനുള്ള അവകാശം, അതായത് റൈറ്റ് ടു കൺവേർട്ട് ഉൾപ്പെടുന്നുണ്ടോ? സുപ്രീം കോടതി റെഫ് സ്റ്റാനിസ്ലോസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് എന്ന കേസിൽ വളരെ വ്യക്തമായി ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ടു പ്രോപ്പഗേറ്റ് എന്നാൽ നിർബന്ധിത മതപരിവർത്തനം നടത്താനുള്ള അവകാശമല്ല, അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ തത്വങ്ങൾ സമാധാനപരമായി പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ്. ഈ സുപ്രധാനമായ വിധി പല സംസ്ഥാനങ്ങളിലെയും ആന്റി കൺവേർഷൻ നിയമങ്ങൾക്ക് നിയമപരമായ അടിസ്ഥാനം നൽകി. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭരണഘടനയിലെ ഒരു മൗലികാവകാശവും പൂർണ്ണമല്ല, അഥവാ ആബ്സല്യൂട്ട് അല്ല. ആർട്ടിക്കിൾ 25ലെ ഈ സ്വാതന്ത്ര്യങ്ങൾക്കും ചില റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവയാണ് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. അതായത് പൊതുസമാധാനം, സദാചാരം, പൊതുജനാരോഗ്യം എന്നിവയ്ക്ക് വിരുദ്ധമാവാൻ പാടില്ല. ഇതുകൂടാതെ അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട്, അതായത് മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പാർട്ട് 3ലെ മറ്റ് അവകാശങ്ങളെയും ഇത് ലംഘിക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, ഒരു മതാചാരം ജീവിക്കാനുള്ള അവകാശമായ ആർട്ടിക്കിൾ 21ന് എതിരാണെങ്കിൽ സ്റ്റേറ്റിന് തീർച്ചയായും ഇടപെടാൻ സാധിക്കും. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരു വ്യക്തിയുടെ അവകാശങ്ങളെക്കുറിച്ചാണ്. ഇനി ആർട്ടിക്കിൾ 26ലേക്ക് വരുമ്പോൾ അത് വ്യക്തിയിൽ നിന്ന് മാറി റിലീജിയസ് ഡിനോമിനേഷൻസ് അഥവാ മതവിഭാഗങ്ങളുടെ കൂട്ടായ അവകാശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈയൊരു മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം. അപ്പോ ആർട്ടിക്കിൾ 26 ഒരു മതവിഭാഗത്തിന് 4 പ്രധാന അവകാശങ്ങൾ നൽകുന്നു. ഒന്ന്, മതപരവും സാമൂഹ്യ സേവനപരമായ സ്ഥാപനങ്ങൾ തുടങ്ങാനും അത് നോക്കി നടത്താനുമുള്ള അവകാശം. 2, അവരുടെ മതപരമായ കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശം. 3ഉം 4ഉം സ്ഥാവരവും ജംഗമവുമായ വസ്തുവകകൾ നേടാനും അത് നിയമപ്രകാരം ഭരിക്കാനുമുള്ള അവകാശം. പക്ഷേ നിയമപരമായി എന്താണ് ഒരു റിലീജിയസ് ഡിനോമിനേഷൻ? സുപ്രീം കോടതിയുടെ ഷിറൂർ മഠ് കേസ് അനുസരിച്ച് ഇതിന് 3 ഘടകങ്ങൾ വേണം. 1, ഒരു പൊതുവായ വിശ്വാസ സംഹിത. 2, ഒരു പൊതുവായ സംഘടനാ സംവിധാനം. 3, ഒരു പ്രത്യേകമായ പേര്. ഇനി നമുക്ക് സ്റ്റേറ്റും മതവും തമ്മിലുള്ള സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ അതിർവരമ്പുകൾ എവിടെയാണ് ഭരണഘടന വരച്ചിട്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. ആർട്ടിക്കിൾസ് 27, 28 എന്നിവ ഈ കാര്യങ്ങളാണ് കൃത്യമായി നിർവചിക്കുന്നത്. ആർട്ടിക്കിൾ 27ന്റെ കാതൽ ഇതാണ്: ഒരു പ്രത്യേക മതത്തിന്റെ പ്രചാരണത്തിനോ പരിപാലനത്തിനോ വേണ്ടി നികുതി പണം ഉപയോഗിക്കാൻ സർക്കാരിന് കഴിയില്ല. അതിനായി ജനങ്ങളുടെ മേൽ നികുതി ചുമത്താനും പാടില്ല. ഇവിടെ ടാക്സ് എന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഒരു പ്രത്യേക മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാരിന് നികുതി പിരിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു ഫീ ഈടാക്കുന്നതിൽ തെറ്റില്ല. ഉദാഹരണത്തിന്, ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്നവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ ഒരു ഫീസ് ഈടാക്കുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 27ന്റെ ലംഘനമല്ല. കാരണം അതൊരു സേവനത്തിനുള്ള പ്രതിഫലമാണ്, അല്ലാതെ മതപ്രചാരണത്തിനുള്ള നികുതിയല്ല. ഇനി ആർട്ടിക്കിൾ 28. ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രധാനമായും 4 തരം സ്ഥാപനങ്ങളുണ്ട്. 1. പൂർണ്ണമായും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നവ. ഇവിടെ മതബോധനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. 2. ഒരു ട്രസ്റ്റിന്റെയോ എൻഡോവ്മെന്റിന്റെയോ ഭാഗമായി തുടങ്ങി പിന്നീട് സർക്കാർ ഏറ്റെടുത്ത സ്ഥാപനങ്ങൾ. ഇവിടെ മതബോധനം അനുവദനീയമാണ്. 3ഉം 4ഉം സർക്കാരിന്റെ അംഗീകാരമുള്ളതോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതോ ആയ സ്ഥാപനങ്ങൾ. ഈ 2 തരം സ്ഥാപനങ്ങളിലും മതബോധനം നടത്താം, പക്ഷെ അതിൽ പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികളുടെ ഇഷ്ടപ്രകാരമായിരിക്കണം, അതായത് വോളണ്ടറി ആയിരിക്കണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളുടെ സമ്മതം നിർബന്ധമാണ്. അവസാനമായി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ എല്ലാ ആർട്ടിക്കിളുകളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ആ വലിയ തത്വത്തിലേക്ക് വരാം. അതാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന സവിശേഷമായ ഭരണഘടനാ തത്വം. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. സെക്യുലർ എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ, അതായത് പ്രിയാമ്പിളിൽ ചേർത്തത് 1976ലെ 42nd ഭേദഗതിയിലൂടെയാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ ചരിത്രപ്രധാനമായ SR ബൊമ്മായി കേസിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആ വാക്ക് ചേർക്കുന്നതിനും എത്രയോ മുൻപ് തന്നെ സെക്യുലറിസം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായിരുന്നു എന്ന്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ മുതൽ അതിലുള്ള ആർട്ടിക്കിൾസ് 25 മുതൽ 28 വരെ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ട്രിൻ ഓഫ് പോസിറ്റീവ് സെക്യുലറിസം. ഇവിടെ സ്റ്റേറ്റ് ഒരു നിഷ്പക്ഷനായ കാഴ്ചക്കാരൻ മാത്രമല്ല, എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന, സർവധർമ്മ സമഭാവ എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന, എന്നാൽ സമൂഹത്തിൽ അനാചാരങ്ങൾ കണ്ടാൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഇടപെടുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് സ്റ്റേറ്റ്. ഈ പോസിറ്റീവ് സെക്യുലറിസമിന്റെ ഏറ്റവും ശക്തമായ നിയമപരമായ ഉദാഹരണം നമുക്ക് ആർട്ടിക്കിൾ 25(2)ബിയിൽ തന്നെ കാണാൻ സാധിക്കും. അതിൽ പറയുന്നത് സാമൂഹിക ക്ഷേമത്തിനും പരിഷ്കരണത്തിനും വേണ്ടി സ്റ്റേറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാമെന്നാണ്. ഈ ഒരു ക്ലോസിന്റെ ബലത്തിലാണ് സതീനിരോധനം, ശൈശവ വിവാഹ നിരോധനം, ക്ഷേത്രപ്രവേശന നിയമങ്ങൾ തുടങ്ങിയവയൊക്കെ ഭരണഘടനാപരമായി സാധൂകരിക്കപ്പെട്ടത്. ഇത് മതസ്വാതന്ത്ര്യവും സാമൂഹിക നീതിയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. അപ്പോ ഈ ഒരു വിശദമായ നിയമപരിശോധനയിൽ നിന്ന് നിങ്ങൾക്കുള്ള പ്രധാന ടേക്കവേ ഇതാണ്. ആർട്ടിക്കിൾസ് 25 മുതൽ 28 വരെ എന്നത് വെറും അച്ചടിച്ചുവെച്ച നിയമങ്ങളല്ല. അത് നമ്മുടെ സമൂഹം മാറുന്നതിനനുസരിച്ച് പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്ന, നിരന്തരം വ്യാഖ്യാനിക്കപ്പെടുന്ന ചലനാത്മകമായ തത്വങ്ങളാണ്. ശബരിമല കേസ്, ഹിജാബ് കേസ്, ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതെല്ലാം അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ്. അപ്പോ ചോദ്യം ഇതാണ്: എവിടെയാണ് സ്റ്റേറ്റിന്റെ ന്യൂട്രൽ ആർബിറ്റർ എന്ന റോളും സോഷ്യൽ റിഫോമർ എന്ന റോളും തമ്മിലുള്ള അതിർവരമ്പ്? ഈ ചോദ്യം ഇന്ത്യൻ ജനാധിപത്യം ഒരുപക്ഷെ എക്കാലവും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഈ പറഞ്ഞ ആർട്ടിക്കിൾ 23, 24 എന്നിവ ലംഘിക്കപ്പെട്ടാൽ ഒരു പൗരന് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെയാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തിന്റെ പ്രാധാന്യം വരുന്നത്, അല്ലേ? അതെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ആർട്ടിക്കിൾ 32ലാണ്. ഡോക്ടർ BR അംബേദ്കർ ഇതിനെപ്പറ്റി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പറഞ്ഞത് ഇറ്റ് ഈസ് ദ വെരി സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ വെരി ഹാർട്ട് ഓഫ് ഇറ്റ് എന്നാണ്. കാരണം വളരെ ലളിതമാണ്. എ റൈറ്റ് വിത്തൌട്ട് എ റെമഡി ഇസ് മീനിംഗ്ലെസ്. ഒരു പരിഹാരമില്ലാത്ത അവകാശം കൊണ്ട് ഒരു കാര്യവുമില്ല. ആ റെമഡി നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഇതിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഉറപ്പിക്കാൻ സുപ്രീം കോർട്ട് ചരിത്രപ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിൽ 1973 ആർട്ടിക്കിൾ 32നെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പാർലമെന്റിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ പോലും ഈ അവകാശം എടുത്തുമാറ്റാനോ അതിന്റെ ശക്തി കുറയ്ക്കാനോ സാധിക്കില്ല. ഇത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനശിലകളിലൊന്നാണ്. ഓക്കെ, അപ്പോ ഈ അവകാശങ്ങൾ നടപ്പിലാക്കാൻ സുപ്രീം കോടതിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ, ആ സ്പെസിഫിക് ലീഗൽ ടൂൾസ് എന്തൊക്കെയാണ്? കോടതിയുടെ ഈ റിറ്റ് ജൂറിസ്ഡിക്ഷനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഭരണഘടന സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും 5 തരം റിറ്റ്സ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്നുണ്ട്. അവയാണ് ഹേബിയസ് കോർപ്പസ്, മാൻഡേമസ്, പ്രൊഹിബിഷൻ, സെർഷോറാറി ആൻഡ് ക്വോ വാറന്റോ. ഇവ ഓരോന്നും ഓരോ പ്രത്യേക നിയമപരമായ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന വളരെ ശക്തമായ ഉപകരണങ്ങളാണ്.
നമുക്ക് ആദ്യത്തേത് നോക്കാം. ഹേബിയസ് കോർപ്പസ്. ഇതൊരു ലാറ്റിൻ വാക്കാണ്. ശരീരം ഹാജരാക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവിടുന്ന ഒരു റിട്ടാണിത്. എന്തിനാണെന്ന് വെച്ചാൽ ആ തടങ്കൽ നിയമപരമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ. അതായത് സിംപിളായി പറഞ്ഞാൽ ഒരു വ്യക്തിയെ പോലീസ് അന്യായമായി കസ്റ്റഡിയിൽ വെച്ചാലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ചാലോ അയാളെ മോചിപ്പിക്കാനായി കോടതിയെ സമീപിക്കാൻ ഈ റിട്ട് സഹായിക്കുന്നു. വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയൊരു കാവൽക്കാരൻ എന്നു തന്നെ ഇതിനെ പറയാം. അടുത്തത് മാൻഡമസ്. അതിന്റെ അർത്ഥം വി കമാൻഡ് അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ്. ഒരു പബ്ലിക് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ബോഡി, കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കീഴ്ക്കോടതി അവരുടെ നിയമപരമായ ഒരു കർത്തവ്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ട് കോടതിക്ക് ഈ റിട്ട് പുറപ്പെടുവിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയോ പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണറിനെതിരെയോ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അതെ, ഗവർണൻസിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ അവരെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ ഒരു സാധാരണ പൗരന് കോടതിയെ സമീപിക്കാം. ഇത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അഭിഭാഷകൻ പ്രൊഹിബിഷൻ, സെർഷ്യറൈ എന്നീ റിട്സ് രണ്ടും സാധാരണയായി ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസിനെതിരെയാണ് പുറപ്പെടുവിക്കുന്നത്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധിക്ക് പുറത്തു കടക്കുമ്പോൾ ആ നടപടികൾ തടയാൻ പ്രൊഹിബിഷൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പ്രൊഹിബിഷൻ ഒരു പ്രിവെന്റീവ് മെഷറാണ്. എന്നാൽ അധികാരപരിധി ലംഘിച്ച് ഒരു ഉത്തരവോ വിധിയോ പാസാക്കി കഴിഞ്ഞാൽ അത് റദ്ദാക്കാൻ, അതായത് ക്വാഷ് ചെയ്യാൻ സെർഷ്യറൈ ഉപയോഗിക്കുന്നു. സോ സെർഷ്യറൈ ഈസ് ക്യൂറേറ്റീവ്. ഒന്ന് തടയാനും മറ്റൊന്ന് തിരുത്താനും. അവസാനത്തേത് കോ വാറന്റോ. അതിനർത്ഥം ബൈ വാട്ട് അതോറിറ്റി ഓർ വാറന്റ്, അല്ലെങ്കിൽ എന്ത് അധികാരത്തിൽ എന്നാണ്. ഒരു വ്യക്തി ഒരു പബ്ലിക് ഓഫീസ് നിയമവിരുദ്ധമായി കൈയാളുന്നത് തടയാനാണിതുപയോഗിക്കുന്നത്. ആ പദവിയിലിരിക്കാൻ അയാൾക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് കോടതി ചോദിക്കും. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു റിട്സിൽ നിന്ന് വ്യത്യസ്തമായി പരാതിക്കാരനല്ലാത്ത താൽപ്പര്യമുള്ള മറ്റൊരാൾക്കും ഈ റിട്ട് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. അപ്പോൾ ഒരു പൗരന്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ പരിഹാരത്തിനായി സുപ്രീം കോടതിയെ മാത്രമേ സമീപിക്കാൻ സാധിക്കൂ? അതോ ഹൈക്കോടതികൾക്കും ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിനും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്സിനും റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. എന്നാൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. സുപ്രീം കോർട്ടിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് നടപ്പിലാക്കാൻ വേണ്ടി മാത്രമേ റിട്സ് പുറപ്പെടുവിക്കാൻ സാധിക്കൂ. അതേസമയം ഹൈക്കോർട്സിന് ഫണ്ടമെന്റൽ റൈറ്റ്സിനും ഫോർ എനി അതർ പർപ്പസ്, അതായത് മറ്റ് നിയമപരമായ അവകാശങ്ങൾക്കും റിട്ട് പുറപ്പെടുവിക്കാം. അപ്പോൾ ആ ഒരർത്ഥത്തിൽ ഹൈക്കോർട്ടിന്റെ റിട്ട് ജുറിസ്ഡിക്ഷൻ സുപ്രീം കോർട്ടിനേക്കാൾ വൈഡറാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിനെ സമീപിക്കുക എന്നത് തന്നെ ഒരു മൗലികാവകാശമാണ്. എന്നാൽ ആർട്ടിക്കിൾ 226 ഒരു ഡിസ്ക്രീഷണറി പവറാണ്. മെന്റർ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടു, നമ്മുടെ ഭരണഘടന നമുക്ക് ശക്തമായ അവകാശങ്ങൾ മാത്രമല്ല അതിലും ശക്തമായ പരിഹാരങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ ഈ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ എപ്പോഴും ജാഗരൂകരായ ഒരു പൗരസമൂഹം ഇവിടെ ഉണ്ടാവണം. ഭരണഘടന അതിന്റെ ഭാഗം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇനി ഈ അവകാശങ്ങളുടെ ഒരു കാവൽക്കാരനായി നിങ്ങളെങ്ങനെ മാറും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആത്മാവ് അല്ലേ? അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ഈ അവകാശങ്ങൾ എപ്പോഴും എല്ലാ സാഹചര്യത്തിലും തൊടാൻ പറ്റാത്ത ഒന്നാണോ? അതോ ഇതിന് ചില ബട്ട്സ് ആൻഡ് ഇഫ്സൊക്കെയുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആഴങ്ങളിലേക്കാണ്. അതിന്റെ നിയമവശങ്ങളും ചില ഒഴിവാക്കലുകളുമൊക്കെ മനസ്സിലാക്കാൻ ഈയൊരു ഡീപ് ഡൈവിന് നമ്മളോടൊപ്പം ഒരു പ്രമുഖനായ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയറുണ്ട്. സ്വാഗതം. നമസ്കാരം. നമ്മൾ ഈ ചർച്ചയെ 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ശരിക്കും ആബ്സല്യൂട്ട് ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടും. പിന്നെ 2 പ്രധാനപ്പെട്ട കേസ് സ്റ്റഡികൾ നോക്കും. ഒന്ന് ആം ഫോഴ്സിന്റെ കാര്യത്തിൽ, പിന്നെ റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ. അവസാനം ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് എന്താണ് പറഞ്ഞു തരുന്നതെന്നും നമ്മൾക്ക് വിലയിരുത്താം. ശരി, അപ്പോൾ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയാണത്. ഓരോ പൗരന്റെയും അന്തസ്സുറപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഈയൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എന്റെ ആദ്യത്തെ ചോദ്യം നേരെ ലോയറോടാണ്. ഈ സ്ലൈഡിൽ കാണുന്ന പോലെ വളരെ ലളിതമായ ചോദ്യം. ഈ അവകാശങ്ങൾ ശരിക്കും അൺടച്ചബിൾ ആണോ? അതായത് ആർക്കും തൊടാൻ പറ്റാത്ത അത്രയും പവിത്രമാണോ? വളരെ നല്ലൊരു തുടക്കമാണത്. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ അല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് അടിസ്ഥാനപരമാണ്, സംശയമില്ല. പക്ഷേ അവ ആബ്സല്യൂട്ട് അല്ല.
അതായത് അവയ്ക്ക് യാതൊരു പരിധിയുമില്ല എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ അവകാശങ്ങളെ നിയന്ത്രിക്കാനുള്ള വഴികൾ പറയുന്നുണ്ട്. ഇതൊരു കുറവായി കാണരുത്, മറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പക്വതയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് സ്റ്റഡിയിലേക്ക് വരാം. ആംഡ് ഫോഴ്സസ്. ഇത് വളരെ രസകരമാണ്. കാരണം രാജ്യത്തെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരുടെ അവകാശങ്ങളെ ഭരണഘടന തന്നെ പരിമിതപ്പെടുത്തുന്നു. ഒരു ഗവർണൻസ് ആംഗിളിൽ നോക്കിയാൽ എന്തിനാണ് ഭരണഘടനാ ശില്പികൾ ഇങ്ങനെയൊരു കാര്യം ഇതിൽ ഉൾപ്പെടുത്തിയത്? അതിന്റെ കൃത്യമായ ഉത്തരം ആർട്ടിക്കിൾ 33-ലുണ്ട്. ഈ ആർട്ടിക്കിൾ പാർലമെന്റിന് ഒരു പ്രത്യേക അധികാരം കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ആംഡ് ഫോഴ്സസ്, പാരാമിലിറ്ററി ഫോഴ്സസ്, പോലീസ്, പിന്നെ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ, ഇവിടങ്ങളിലുള്ളവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നുകിൽ പരിമിതപ്പെടുത്താം അല്ലെങ്കിൽ പൂർണ്ണമായി റദ്ദാക്കാം. ഇതിന്റെ പ്രധാന ലക്ഷ്യം രണ്ടാണ്: ഒന്ന് രാജ്യസുരക്ഷ, രണ്ട് സേനയ്ക്കുള്ളിലെ കണിശമായ അച്ചടക്കം. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ആ ഡെഫിനിഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ആബ്രോഗേറ്റ്. എനിക്കതിലൊന്ന് സൂം ഇൻ ചെയ്യണം. കാരണം റിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുക എന്നല്ല, ആബ്രോഗേറ്റ്, അതായത് റദ്ദാക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു അവകാശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന ഒന്നാണോ ഇത്? അതിന്റെ ആഴം എത്രത്തോളമുണ്ട്? അതെ, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആബ്രോഗേറ്റ് എന്ന വാക്ക് അത്രയും ശക്തമാണ്. ഒരു അവകാശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ തന്നെ അതിന് സാധിക്കും. ആർട്ടിക്കിൾ 33-ന് പിന്നിലുള്ള നിയമപരമായ സിദ്ധാന്തത്തിന് 3 പ്രധാന വശങ്ങളുണ്ട്. ഒന്നാമത്തേത് ലക്ഷ്യം, അതായത് സേനയുടെ കൃത്യനിർവഹണവും അച്ചടക്കവും ഉറപ്പാക്കുക. രണ്ടാമത്തേത് നിയമനിർമ്മാണ അധികാരം. ഇത് പാർലമെന്റിന് മാത്രമുള്ള ഒന്നാണ്. സംസ്ഥാനങ്ങൾക്ക് ഇതിൽ യാതൊരു റോളുമില്ല. ഇനി ഏറ്റവും പ്രധാനം, മൂന്നാമത്തെ പോയിന്റ്, ജുഡീഷ്യൽ ഇമ്മ്യൂണിറ്റി. അതായത് ആർട്ടിക്കിൾ 33 പ്രകാരം പാർലമെന്റ് ഉണ്ടാക്കുന്ന ഒരു നിയമത്തെ അത് മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇത് ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഇത് തോക്കേന്ത് നിൽക്കുന്ന സൈനികർക്ക് മാത്രം ബാധകമായ ഒന്നാണെന്നാണ്. പക്ഷേ ഇവിടെ നോൺ കോമ്പാറ്റൻസ്, അതായത് സേനയിലെ ബാർബർമാർ, പാചകക്കാർ, മെക്കാനിക്കുകൾ, അവരെല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്നു. ഒരു ഭരണപരമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ എന്തിനാണ് ഇത്രയും വിപുലമായൊരു ലിസ്റ്റ്? എന്താണതിനു പിന്നിലെ തന്ത്രം? കാരണം വളരെ ലളിതമാണ്. സേനയുടെ അച്ചടക്കവും കാര്യക്ഷമതയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഒരു നിർണായക വിവരം ചോർന്നുപോകുന്നത് ഒരു കോമ്പാറ്റന്റിൽ നിന്ന് തന്നെ ആവണമെന്നില്ലല്ലോ. സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആരിൽ നിന്നും അത് സംഭവിക്കാം. അതുകൊണ്ടുതന്നെ സേനയുടെ പ്രവർത്തനം സുഗമമാക്കാൻ ഇത്രയും വിപുലമായൊരു നിയന്ത്രണം കൂടിയേ തീരൂ. അപ്പോൾ പാർലമെന്റ് ഈ അധികാരം ഉപയോഗിച്ച് ആർമി ആക്ട് 1950, നേവി ആക്ട് 1957 പോലുള്ള നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. അതുവഴി നിയന്ത്രിക്കപ്പെട്ട ചില പ്രധാന അവകാശങ്ങൾ ഇവയാണ്: അഭിപ്രായ സ്വാതന്ത്ര്യം, അതായത് ഇഷ്ടമുള്ളതെന്തും പറയാൻ പറ്റില്ല; സംഘടനകളോ യൂണിയനുകളോ രൂപീകരിക്കാനുള്ള അവകാശം; പിന്നെ മാധ്യമങ്ങളുമായി സംസാരിക്കാനുള്ള അവകാശം; അതുപോലെ പൊതുയോഗങ്ങളിലോ പ്രകടനങ്ങളിലോ പങ്കെടുക്കാനുള്ള അവകാശം. ഇതെല്ലാം നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. അതെ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കമാൻഡ് സ്ട്രക്ചർ നിലനിർത്താൻ ഇത് എത്രമാത്രം ആവശ്യമാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സൈന്യത്തിനുള്ളിൽ ട്രേഡ് യൂണിയനുകൾ വന്നാൽ എന്താകും അവസ്ഥ? അത് സേനയുടെ ആ അധികാരശ്രേണിയെ തന്നെ തകർക്കും. ലോയർ, ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 34. രാജ്യത്ത് എവിടെയെങ്കിലും മാർഷൽ ലോ അഥവാ പട്ടാള ഭരണം ഏർപ്പെടുത്തിയാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾക്കും നിയന്ത്രണങ്ങൾ വരും. അവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെടുക്കുന്ന ഏത് നടപടിക്കും നിയമപരമായ ഒരു സംരക്ഷണം നൽകാനുള്ള അധികാരവും ഈ വകുപ്പ് പാർലമെന്റിന് നൽകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 35 മൗലികാവകാശങ്ങൾ ഭാഗം 3 നടപ്പിലാക്കുന്നതിനാവശ്യമായ പ്രത്യേക കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള പ്രത്യേക അധികാരം പാർലമെന്റിന് നൽകുന്നു. അതായത് താമസാവശ്യങ്ങൾക്കുള്ള നിയമങ്ങൾ ആർട്ട് 16(3), റിട്ടുകൾ ആർട്ട് 32(3), സായുധ സേനയുടെ നിയന്ത്രണങ്ങൾ ആർട്ട് 33, പട്ടാള നിയമം ആർട്ട് 34. സംസ്ഥാന നിയമസഭകൾ പരസ്പര വിരുദ്ധമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത് തടയുകയും ഏകീകൃതത ഉറപ്പാക്കുകയും ചെയ്യുന്നു. പാർലമെന്റ് അവയിൽ മാറ്റം വരുത്തുന്നതുവരെ നിലവിലുള്ള നിയമങ്ങൾ സാധൂകരിക്കുകയും ചെയ്യുന്നു. ആർട്ടിക്കിൾ 35-ലെ പ്രധാന വ്യവസ്ഥകൾ. പാർലമെന്റിനുള്ള പ്രത്യേക അധികാരം. 3-ാം ഭാഗത്തിലെ അടിസ്ഥാന അവകാശങ്ങൾ. ചില വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റിനു മാത്രമേ അധികാരം നൽകുന്നുള്ളൂ, സംസ്ഥാന നിയമസഭകൾക്ക് അല്ല. പ്രത്യേക കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിൽ ഇനി പറയുന്നവയെക്കുറിച്ചുള്ള നിയമങ്ങളും ഉൾപ്പെടുന്നു. പൊതുതൊഴിലിനുള്ള താമസ ആവശ്യകതകൾ. ആർട്ടിക്കിൾ 16(3). സുപ്രീം കോടതിയോ ഹൈക്കോടതികളോ ഒഴികെയുള്ള കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 32(3). സായുധ സേനയിലെ അംഗങ്ങൾക്കുള്ള നിയമങ്ങൾ. ആർട്ടിക്കിൾ 33. സൈനിക നിയമത്തിലെ പ്രവൃത്തികൾക്ക് സർക്കാർ ജീവനക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്നു. ആർട്ടിക്കിൾ 34. കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ.
മൂന്നാം ഭാഗത്തിന് കീഴിൽ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ കടത്തുപോലുള്ളവ പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് പാർലമെന്റിന് ശിക്ഷകൾ നിർദ്ദേശിക്കാൻ കഴിയും. നിലവിലുള്ള നിയമങ്ങളുടെ തുടർച്ച. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനയ്ക്ക് മുന്നിൽ പ്രാബല്യത്തിലുള്ള ഏതൊരു നിയമവും പാർലമെന്റ് ഭേദഗതി ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നതുവരെ തുടരും. ഉദ്ദേശ്യം: മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലുടനീളം ഏകീകൃതമാണെന്ന് ആർട്ടിക്കിൾ 35 ഉറപ്പാക്കുന്നു. ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ തടയുകയും ഭരണഘടനാ അവകാശങ്ങളെ നടപ്പിലാക്കാവുന്ന നിയമപരിരക്ഷകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് സ്റ്റഡിയിലേക്ക് പോകാം. ഇത് ഒരുപക്ഷെ എല്ലാ സാധാരണ പൗരന്മാരെയും നേരിട്ട് ബാധിച്ചൊരു വിഷയമാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി അഥവാ സ്വത്തവകാശം. ഒരു മൗലികാവകാശത്തിൽ നിന്ന് അതൊരു സാധാരണ നിയമപരമായ അവകാശമായി മാറിയ ആ യാത്ര വളരെ നിർണായകമാണ്. മെന്റർ. ഈ ടൈം ലൈൻ നോക്കിയാൽ ആ കഥ വ്യക്തമാണ്. 1950-ൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആർട്ടിക്കിൾസ് 1911F, 31 എന്നിവ പ്രകാരം സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം ഭൂപരിഷ്കരണം പോലെയുള്ള വലിയ സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ ഈ അവകാശം ഒരു വലിയ തടസ്സമായി മാറി. ഇത് സർക്കാരും കോടതിയും തമ്മിൽ നിരന്തരമുള്ള ഒരു ഏറ്റുമുട്ടലിന് തന്നെ വഴിവെച്ചു. അതെ, അതായിരുന്നു അവസ്ഥ. സർക്കാർ കൊണ്ടുവരുന്ന ഓരോ ഭൂപരിഷ്കരണ നിയമവും സ്വത്തവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഈ നിയമയുദ്ധത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു 1973-ലെ കേശവനന്ദ ഭാരതി കേസ്. ആ കേസിലെ സുപ്രീംകോടതി വിധി ഇന്ത്യൻ നിയമചരിത്രത്തിൽ തന്നെ ഒരു കൊത്തു മൈൽസ്റ്റോണാണ്. ഈ സ്ലൈഡിൽ കാണുന്ന പോലെ കോടതി പറഞ്ഞു, ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റാതെ തന്നെ പാർലമെന്റിന് ഈ അവകാശത്തെ ഭേദഗതി ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ അവകാശത്തെ മൗലിക അവകാശങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ പാർലമെന്റിന് കിട്ടിയ ഒരു പച്ചക്കൊടിയായിരുന്നു ആ വിധി. മെന്റർ, അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ നമ്മൾ ഓർക്കണം. 1978-ൽ ജനതാ ഗവൺമെന്റാണ് 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ മാറ്റം കൊണ്ടുവന്നത്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എടുത്തുമാറ്റി. ഇതൊരു വെറും നിയമമാറ്റമായിരുന്നില്ല, മറിച്ച് വലിയൊരു സാമൂഹ്യ രാഷ്ട്രീയ നയമാറ്റം കൂടിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇതൊന്ന് പറഞ്ഞു നോക്കാം. ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വെറുമൊരു ലീഗൽ റൈറ്റായി മാറുമ്പോൾ പ്രായോഗികമായി എന്താണ് വ്യത്യാസം? ഈ പട്ടിക അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്. 1978-ന് മുമ്പ് നിങ്ങളുടെ സ്വത്തവകാശം ലംഘിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ 32 ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരെ സുപ്രീം കോടതിയിൽ പോകാം. കാരണം അതൊരു മൗലികാവകാശമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആർട്ടിക്കിൾ 300A പ്രകാരം ഇതൊരു നിയമപരമായ അവകാശം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ല. മറ്റൊരു പ്രധാന വ്യത്യാസം, പണ്ട് എക്സിക്യൂട്ടീവിന്റെയും നിയമനിർമ്മാണ സഭയുടെയും നടപടികളിൽ നിന്ന് സംരക്ഷണമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്ന് മാത്രമേ സംരക്ഷണമുള്ളൂ. അതായത് സർക്കാരിനൊരു നിയമം പാസാക്കി നിങ്ങളുടെ സ്വത്തേറ്റെടുക്കാം. മെന്റർ, അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്നും ആംഡ് ഫോഴ്സിന്റെയും റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെയും കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് എന്ത് പാഠമാണ് പഠിക്കാനുള്ളത്? ഇത് നമ്മുടെ ഭരണഘടനയുടെ ഒരു പരിമിതിയായി കാണണോ അതോ അതിൻ്റെ ഒരു ശക്തിയായി കാണണോ? എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഭരണഘടന ഒരു ജീവനുള്ള ഒന്നാണ്, കാലത്തിനനുസരിച്ച് മാറാൻ കഴിവുള്ള ഒന്നാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്നാണ്. തീർച്ചയായും ഈ ഒഴിവാക്കലുകൾ ഭരണഘടനയുടെ ബലഹീനതകളല്ല, മറിച്ച് അതിന്റെ പക്വതയുടെ അടയാളങ്ങളാണ്. ഇതിലെ പ്രധാന ആശയം ഇതാണ്: നമ്മുടെ ഭരണഘടന ഒരു വശത്ത് വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുമ്പോൾ തന്നെ മറുവശത്ത് ദേശീയ സുരക്ഷയും സാമൂഹിക നീതിയും പോലുള്ള പൊതുവായ ലക്ഷ്യങ്ങളെയും കണക്കിലെടുക്കുന്നു. ഇവ തമ്മിലുള്ളൊരു സന്തുലിതാവസ്ഥ കണ്ടെത്താനാണ് ഭരണഘടന ശ്രമിക്കുന്നത്. ഇത് മാറുന്ന കാലത്തിനും വളരുന്ന രാജ്യത്തിനും അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചർച്ചയുടെ അവസാനം ഈ ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി അവകാശങ്ങളെ മാറ്റാനും ഭേദഗതി ചെയ്യാനും പുനർവർഗീകരിക്കാനും സാധിക്കുമെങ്കിൽ മൗലികം അഥവാ ഫണ്ടമെന്റൽ എന്ന വാക്കിനും ഭാവിയിൽ എന്തായിരിക്കും അർത്ഥം? ഇത് ഭരണഘടനയുടെയും ഭരണനിർവഹണത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. നന്ദി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്കു നൽകുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനത്തെക്കുറിച്ചാണ്: മൗലികാവകാശങ്ങൾ. നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ആണിക്കൽ എന്നൊക്കെ പറയാം. പക്ഷേ ഈ വാഗ്ദാനങ്ങൾക്കൊപ്പം തന്നെ ചില കണ്ടീഷൻസ്, ചില നിബന്ധനകളും വരുന്നുണ്ട്. അപ്പോ ആ നിബന്ധനകളുടെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഏറ്റവും ബേസിക്കായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? നമ്മുടെ മൗലികാവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ആബ്സല്യൂട്ടാണോ, പരിധികളില്ലാത്തതാണോ?
ഈ ഒരു ചോദ്യത്തിന് ഏറ്റവും കൃത്യമായ നിയമപരമായ ഒരു ഉത്തരം നൽകാൻ ഇന്ന് നമ്മളോടൊപ്പം ഒരു പ്രമുഖനായ ഭരണഘടനാ വിദഗ്ധനുണ്ട്. സ്വാഗതം. നമസ്കാരം. ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ അല്ല. നമ്മുടെ ഒരു മൗലികാവകാശം പരിധിയില്ലാത്തതല്ല, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് അല്ല. ശരി. അപ്പോ ഈ വിഷയത്തിന്റെ ഓരോ ലെയറുകളിലേക്കും നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം. എന്തുകൊണ്ടാണ് ഈ അവകാശങ്ങളൊന്നും ആബ്സല്യൂട്ട് അല്ലാത്തത് എന്ന് നമ്മൾ ആദ്യം നോക്കും. പിന്നെ ഭരണഘടനയുടെ ഫൈൻ പ്രിന്റ്, അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കും. ഇതിനെതിരെയുള്ള വിമർശനങ്ങൾ, നമ്മുടെ അവകാശങ്ങളെ തന്നെ മാറ്റിമറിച്ച ചില നിർണായകമായ കോടതി വിധികൾ, അവസാനം പാർട്ട് 3ക്ക് പുറത്തുള്ള അവകാശങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾ ആബ്സല്യൂട്ട് അല്ല, അതായത് പൂർണ്ണമല്ല. മറിച്ച് അവയെല്ലാം ക്വാളിഫൈഡ് ആണ്. എന്നുവെച്ചാൽ ചില വ്യവസ്ഥകൾക്കും ന്യായമായ നിയന്ത്രണങ്ങൾക്കും വിധേയമാണ്. ഈ നിയന്ത്രണങ്ങൾ എവിടെ നിന്നോ വരുന്നതല്ല, ഭരണഘടനയിൽ തന്നെ കൃത്യമായി ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഓക്കെ, താങ്കൾ ഈ നിയന്ത്രണങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. നിയമത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സെപ്ഷൻ അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു ഒഴിവുകഴിവ് എന്നതുകൊണ്ട് എന്താണ് എക്സാക്ട്ലി ഉദ്ദേശിക്കുന്നത്? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും, അത് വളരെ സിമ്പിളാണ്. പൊതുവായി ബാധകമാവുന്ന ഒരു നിയമം, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മൗലികാവകാശം, അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ലിമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുന്ന ഭരണഘടനയിലെ തന്നെ ഒരു വകുപ്പ്, അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. വളരെ ക്ലിയറായി. അപ്പോൾ ആ ഒഴിവുകഴിവുകൾ ഏതൊക്കെയാണെന്ന് അറിയാനാണ് എല്ലാവർക്കും ഒരു ആകാംക്ഷ, അല്ലേ? ശരി. അപ്പോൾ നമുക്ക് ഭരണഘടനയുടെ ആഴങ്ങളിലേക്ക് ഒന്നുകൂടെ ഇറങ്ങിച്ചെല്ലാം. ഈ മൗലികാവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട എക്സെപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. മെന്റർ ആർട്ടിക്കിൾ 31A, 31B, 31C. ഇതിനെപ്പറ്റി പറയുമ്പോൾ എന്തിനാണ് ഒരു ഗവൺമെന്റിന് എസ്റ്റേറ്റുകൾ പോലുള്ള പ്രോപ്പർട്ടി ഏറ്റെടുക്കാൻ ഇത്രയും വിപുലമായ അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നത്? ഇത് ശരിക്കും ഒരു വ്യക്തിയുടെ സ്വത്തവകാശത്തിനു മുകളിലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് തോന്നാമല്ലോ. നല്ല ചോദ്യമാണ്. ഇതിന് കൃത്യമായൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഭൂപരിഷ്കരണം നടപ്പിലാക്കാനും സമൂലത്തിലെ സാമ്പത്തിക അസമത്വം കുറയ്ക്കാനും ഇത് അത്യാവശ്യമായിരുന്നു. ആർട്ടിക്കിൾ 31A, 31C എന്നിവ അത്തരം നിയമങ്ങൾക്ക് ഒരുതരം ലീഗൽ പ്രൊട്ടക്ഷൻ നൽകി. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ 31Bയുടെ ഭാഗമായ 9th ഷെഡ്യൂളാണ്. സർക്കാരിന് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന നിയമങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സുരക്ഷാ കവചം പോലെയായിരുന്നു അത്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു എക്സെപ്ഷനാണ് ആർട്ടിക്കിൾ 33. രാജ്യസുരക്ഷയും അച്ചടക്കവും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സായുധ സേന, പോലീസ്, പിന്നെ ഇന്റലിജൻസ് ഏജൻസികൾ, ഇവിടങ്ങളിലൊക്കെയുള്ള ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലെയുള്ള ചില മൗലികാവകാശങ്ങൾ ലിമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പൂർണ്ണമായി റദ്ദാക്കാനോ പാർലമെന്റിന് ഈ വകുപ്പ് അധികാരം നൽകുന്നു. ഒരു സേനയുടെ കാര്യക്ഷമതയ്ക്ക് ഇത് കൂടിയേ തീരൂ. ഓക്കേ, ഇനി നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. മാർഷ്യൽ ലോ, അതായത് സൈനിക നിയമം, പിന്നെ നാഷണൽ എമർജൻസി അഥവാ ദേശീയ അടിയന്തരാവസ്ഥ, ഇത് രണ്ടും ഒരു സാധാരണ പൗരന്റെ ജീവിതത്തെ എങ്ങനെയാണ് വ്യത്യസ്തമായി ബാധിക്കുന്നത്? ഈ രണ്ട് സാഹചര്യങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തൊക്കെയാണ്? ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസമുണ്ട്. ആർട്ടിക്കിൾ 34 പ്രകാരമുള്ള മാർഷ്യൽ ലോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഏരിയയിൽ ക്രമസമാധാനം തകരുമ്പോൾ അവിടെ മാത്രം ഏർപ്പെടുത്തുന്ന ഒന്നാണ്. പക്ഷേ ദേശീയ അടിയന്തരാവസ്ഥ രാജ്യവ്യാപകമായി തന്നെ പ്രഖ്യാപിക്കാം. അങ്ങനെ പ്രഖ്യാപിച്ചാൽ ആർട്ടിക്കിൾ 358 പ്രകാരം നമ്മുടെ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഓട്ടോമാറ്റിക്കായി സസ്പെൻഡ് ആവും. അതുമാത്രമല്ല, ആർട്ടിക്കിൾ 359 പ്രകാരം ജീവിക്കാനുള്ള അവകാശമായ ആർട്ടിക്കിൾ 21 ഒഴികെ ബാക്കിയുള്ള മിക്കവാറും എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള നമ്മുടെ കഴിവിനെ രാഷ്ട്രപതിക്ക് ഒരു ഓർഡറിലൂടെ ഫ്രീസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും ഈ നിയന്ത്രണങ്ങളും ഒഴിവുകഴിവുകളും നിയമപരമായി ആവശ്യമായിരിക്കാം. പക്ഷേ ഇവയെല്ലാം സ്വാഭാവികമായും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അപ്പോ ഭരണഘടനയിലെ ഈ ഭാഗത്തിനെതിരെ വരുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും ഒരു 4 വിമർശനങ്ങളാണ് വരുന്നത്. 1, ഇത്രയധികം നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു കൈകൊണ്ട് തരുന്നത് മറു കൈകൊണ്ട് തിരിച്ചെടുക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നു. 2, തൊഴിലവകാശം, സോഷ്യൽ സെക്യൂരിറ്റി പോലുള്ള സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നില്ല. 3, പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ റീസണബിൾ റിസ്ട്രിക്ഷൻസ് എന്നൊക്കെ പറയുന്ന വാക്കുകൾക്ക് ഒരു വ്യക്തതയില്ല. അപ്പോൾ ഇവ എന്താണെന്ന് കോടതികൾക്ക് പലപ്പോഴും വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. 4ാമത്തേതാണ് ഏറ്റവും കോൺട്രവേഴ്ഷ്യലായ ഒന്ന്. ആർട്ടിക്കിൾ 22ലെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ അഥവാ കരുതൽ തടങ്കൽ. ഒരു കുറ്റം ചെയ്യുന്നതിനു മുൻപേ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടവിലിടുന്നത് വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്ന ശക്തമായ വിമർശനം അതിനെതിരെയുണ്ട്.
ഈ അവകാശങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഈയൊരു പശ്ചാത്തലത്തിലെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പങ്ക് വളരെ വലുതാണ് അല്ലേ? പാർലമെന്റ് ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അതിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കുന്നത് കോടതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുതരം വടംവലി തന്നെ പാർലമെന്റും കോടതിയും തമ്മിൽ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോ ഭരണഘടനയുടെ കാവൽക്കാരനായി നിന്നുകൊണ്ട് സുപ്രീം കോടതി എങ്ങനെയാണ് നമ്മുടെ അവകാശങ്ങളെ രൂപപ്പെടുത്തിയെടുത്തതെന്ന് നോക്കാം. അതെ, ഈ ടൈം ലൈൻ നോക്കിയാൽ കോടതിയുടെ കാഴ്ചപ്പാടുകളിൽ വന്ന ഒരു വിപ്ലവകരമായ മാറ്റം നമുക്ക് കാണാൻ പറ്റും. 1950-ലെ AK ഗോപാലൻ കേസിൽ ആർട്ടിക്കിൾ 21, അതായത് ജീവിക്കാനുള്ള അവകാശത്തെ വളരെ ഇടുങ്ങിയ ഒരർത്ഥത്തിലാണ് കോടതി കണ്ടത്. പക്ഷെ അവിടുന്ന് നേരെ 1967-ലെ ഗോലഖ്നാഥ് കേസിലേക്ക് വന്നപ്പോൾ മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് കഴിയില്ലെന്ന് കോടതി തൂർത്തു പറഞ്ഞു. പിന്നെ വന്ന കേശവനന്ദ ഭാരതി കേസ് ഒരു ചരിത്രം തന്നെയായി. അതിനുശേഷം മെനക്കാ ഗാന്ധി കേസ് ജീവിക്കാനുള്ള അവകാശത്തിന് പുതിയ മാനങ്ങൾ നൽകി. അവസാനം IR കോയോ കേസിൽ ആരും തൊടില്ലെന്ന് കരുതിയ ആ 9th ഷെഡ്യൂൾ പോലും ജുഡീഷ്യൽ റിവ്യൂവിന് അതീതമല്ലെന്ന് കോടതി ഉറപ്പിച്ചു പറഞ്ഞു. ഓക്കെ, അഭിഭാഷകരെ, നമുക്ക് ആ ഒരു നിർണായകമായ മാറ്റത്തിലേക്ക് ഒന്ന് സൂമിൻ ചെയ്യാം. 1967-ലെ ഗോലഖ്നാഥ് കേസിൽ നിന്ന് 1973-ലെ കേശവനന്ദ ഭാരതി കേസിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ സംഭവിച്ച് ആ വലിയൊരു ഷിഫ്റ്റ് എന്തായിരുന്നു? ട്രാൻസെൻഡന്റൽ ആൻഡ് ഇമ്മ്യൂട്ടബിൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് കോടതി അതുകൊണ്ട് ഉദ്ദേശിച്ചത്? തീർച്ചയായും, ഗോളഖ്നാഥ് കേസിൽ കോടതി പറഞ്ഞത് മൗലികാവകാശങ്ങൾ ട്രാൻസെൻഡന്റൽ ആൻഡ് ഇമ്മ്യൂട്ടബിൾ ആണ്, അതായത് ദൈവികമാണ്, ഒരു കാരണവശാലും മാറ്റം വരുത്താൻ സാധിക്കാത്തതാണ്. എന്നാൽ കേശവനന്ദ ഭാരതി കേസിൽ 13 ജഡ്ജിമാരുടെ ഒരു വലിയ ബെഞ്ച് ആ നിലപാട് തിരുത്തി. അവർ പറഞ്ഞു, പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാം. പക്ഷേ അവിടെ ഒരു വലിയ പക്ഷയുണ്ട്. ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അഥവാ അടിസ്ഥാന ഘടനയെ മാറ്റാൻ പാടില്ല. ഒരു കെട്ടിടത്തിന്റെ റൂമുകളൊക്കെ മാറ്റാം, പക്ഷേ അതിന്റെ ഫൗണ്ടേഷൻ ഇളക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ. ഈ ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ അഥവാ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം ഇന്ത്യൻ നിയമത്തിലെ ഒരു നാഴികക്കല്ലാണ്. സത്യം പറഞ്ഞാൽ എന്താണ് ഈ അടിസ്ഥാന ഘടന എന്ന് ഭരണഘടനയിൽ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷെ പല വിധികളിലൂടെ കോടതി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനയുടെ പരമാധികാരം, മതേതര സ്വഭാവം, ഫെഡറലിസം, നിയമവാഴ്ച, ജുഡീഷ്യൽ റിവ്യൂ, പിന്നെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ഒരു ബാലൻസ്, ഇതെല്ലാം ഇതിന്റെ ഭാഗമായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പാർലമെന്റിന്റെ അധികാരത്തിന്മേലുള്ള ഒരു ഫൈനൽ ചെക്കാണെന്ന് പറയാം. സാധാരണക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വിധിയാണ് 1978-ലെ മേനകാ ഗാന്ധി കേസ്. കാരണം ഈ കേസിന് മുൻപ് വരെ ആർട്ടിക്കിൾ 21-ലെ പ്രൊസീജിയർ ഇസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നതിനർത്ഥം നിയമം അനുശാസിക്കുന്ന ഒരു നടപടിക്രമം ഫോളോ ചെയ്താൽ മതിയെന്നായിരുന്നു. പക്ഷേ ഈ വിധിയിലൂടെ കോടതി പറഞ്ഞു, ആ പ്രൊസീജിയർ വെറുതെ ഉണ്ടായ പോരാ, അത് ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം. അതായത് നീതിയുക്തവും ന്യായവും യുക്തിസഹവുമായിരിക്കണം. ഇപ്പോ ഒരാളുടെ പാസ്പോർട്ട് പിടിച്ചുവെക്കുന്നത് ഒരു നിയമം അനുസരിച്ചാവാം, പക്ഷേ എന്തിനാണ് പിടിച്ചുവെച്ചത് എന്ന് പറയാതിരിക്കുന്നത് നീതികേടാണ്. ആ ഒരു വലിയ മാറ്റമാണ് ഈ വിധി കൊണ്ടുവന്നത്. നമ്മളെപ്പോഴും ഈ പാർട്ട് 3-ലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കാറില്ലേ? എന്നാൽ നമ്മുടെ ഭരണഘടന ഇതിനു പുറത്തും പൗരന്മാർക്ക് മറ്റു ചില പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. അവയൊന്നും അത്രയധികം ചർച്ച ചെയ്യപ്പെടാറില്ല. അപ്പോ അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതെ, ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആർട്ടിക്കിൾ 300A പ്രകാരമുള്ള സ്വത്തവകാശം. മുൻപ് ഒരു മൗലികാവകാശമായിരുന്നത് ഇപ്പോൾ ഒരു ഭരണഘടനാപരമായ അവകാശം മാത്രമാണ്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവകാശ സംരക്ഷണത്തിലാണ്. അതായത് ഒരു മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം ഡയറക്റ്റായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. എന്നാൽ ആർട്ടിക്കിൾ 300A പോലുള്ള മറ്റു ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമ്മൾക്ക് ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെയാണ് സമീപിക്കാൻ കഴിയുക. ഇത് മൗലികാവകാശങ്ങൾക്ക് നൽകുന്ന ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. മെന്റർ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: മൗലികാവകാശങ്ങൾ എന്നത് ഒരു പുസ്തകത്തിൽ വെറുതെ എഴുതിവെച്ച വരണ്ട നിയമങ്ങളല്ല. മറിച്ച് അത് പൗരനും ഭരണകൂടവും കോടതികളും തമ്മിലുള്ള നിരന്തരമായ ഒരു സംവാദത്തിന്റെ, ഒരു ചർച്ചയുടെ ഫലമാണ്. കോടതിയുടെ ഓരോ വ്യാഖ്യാനങ്ങളും സമൂഹത്തിന്റെ മാറുന്ന ആവശ്യങ്ങളും അനുസരിച്ച് അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഭരണഘടനയെ ഒരു ലിവിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, ജീവിക്കുന്ന ഒരു പ്രമാണം. അതിന്റെ അടുത്ത പരിണാമം എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിശകലനം നിങ്ങൾക്ക് വിഷയത്തെക്കുറിച്ച് പുതിയ ചില ഉൾക്കാഴ്ചകൾ നൽകി എന്ന് കരുതുന്നു. നന്ദി.